പോഷണമെന്ന ലീല അതാണ് വർണ്ണിച്ചു വരുന്നത്. എപ്പോഴെങ്കിലുമൊക്കെ ഭഗവാന്റെ നാമം ജപിച്ചിട്ടുണ്ടെങ്കിൽ, ധർമ്മം അനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ, അത് ചെറുതാണെങ്കിലും സ്വൽപ്പം അപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്, സ്വല്പമാണെങ്കിലും ധർമ്മം അനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്നല്ലെങ്കിൽ നാളെ വലിയൊരു ദുഃഖത്തിൽ നിന്ന് രക്ഷിക്കും തീർച്ച. മുഴുവനായിട്ടൊന്നും കേൾക്കാൻ പറ്റില്ല, കുറച്ചേ പറ്റിയിട്ടുള്ളൂ. അത് വെറുതെ ആവില്ല, അത് അവിടെ ഇരിക്കും. ഇനി അതിൻ്റെ ബാക്കി മതി. എന്നാൽ മറ്റുള്ള കാര്യങ്ങൾ അങ്ങനെയല്ല. ഒരു ചെടി നട്ടു, അത് വേണ്ടതുപോലെ നനച്ചില്ലെങ്കിൽ വാടിപ്പോവും. 2 ദിവസം നനച്ചു, പിന്നെ അങ്ങോട്ട് പറ്റിയില്ല, അത് പറഞ്ഞ കാര്യമില്ല, 2 ദിവസത്തെ വെറുതെ അത് വാടിപ്പോവും. പക്ഷേ ഇതങ്ങനെയല്ല. കുറച്ച് ഭഗവാനെ ഭജിച്ചു, ഇടയ്ക്ക് പിന്നെ അത് സാധിക്കാണ്ട പോയി, സാരമില്ല, ആ ഭജിച്ചത് അവിടെ ഉണ്ടാവും. ഇനി അതിൻ്റെ ബാക്കി ഭജിച്ചാൽ മതി. ഇനി അതല്ല, അതിനിടയ്ക്ക് വെച്ച് മരിച്ചുപോയി, എന്നാലും കുഴപ്പമില്ല, അടുത്ത ജന്മത്തിൽ അതിൻ്റെ ബാക്കി അനുഷ്ഠിക്കാൻ പാകത്തിനാണ് ആ ജീവനെത്തുക. ഭഗവാന്റെ പോഷണം എന്ന ലീല വർണ്ണിക്കുകയാണ്. ആചാരമളം കണ്ടില്ലേ? ചെറുപ്രായത്തിൽ കുറച്ചൊക്കെ ഭഗവാന്റെ നാമം ജപിക്കുകയുണ്ടായിട്ടുള്ളൂ. പിന്നെ അങ്ങോട്ടൊക്കെ വഴിതെറ്റി പല വഴിക്ക് സഞ്ചരിച്ചുവെങ്കിലും അദ്ദേഹത്തെ അവസാനം ഭഗവാൻ ശുദ്ധാക്കിയില്ലേ? നേരെയാവാനുള്ള വഴി ഒരുക്കി കൊടുത്തത് തൻ്റേതാക്കി മാറ്റിയില്ലേ? അതുകൊണ്ട് ഭഗവാനെ ആശ്രയിക്കണം എന്ന് കാണിക്കാൻ ഈ പോഷണം എന്ന ലീല. അതിനുശേഷം പിന്നെയും പഴയ കഥ വർണ്ണിക്കുകയാണ്. പ്രാചീന ബർഹീസിൻ്റെ മക്കളാണ് പ്രജേതസ്സുകൾ. ഇന്നലെ പറഞ്ഞ കഥ. അവർ തപസ് ചെയ്യാണ്. മമ്മിയൂരപ്പൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങി ഗുരുവായൂരപ്പനെ ഭജിച്ചുകൊണ്ടിരിക്കുന്നു. ഭഗവാനെ കണ്ടു, ഭഗവാൻ അനുഗ്രഹിച്ചു. അങ്ങനെ അവർ വിവാഹം കഴിച്ചു. അങ്ങനെ അവർക്കൊരു ഉണ്ണിയുണ്ടായി. അതാണ് പ്രാചേതസദക്ഷൻ. പ്രജേതസ്സുകളുടെ മകനായതുകൊണ്ട് പ്രാചേതസദക്ഷൻ എന്ന് പറയുകയാണ്. ആ ദക്ഷൻ വിവാഹം കഴിച്ചു അസിക്നിയെ. അങ്ങനെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായി. എത്ര വേണമെങ്കിലും കുട്ടികളുണ്ടാവും, അങ്ങനെ ഒരു വരമൊക്കെ ഉണ്ട് അസിക്നിക്ക്. അങ്ങനെ കുറച്ച് അധികം കുട്ടികളുണ്ടായി. ഹര്യശ്വന്മാർ എന്ന് പേരിട്ടു. അവർ ചോദിച്ചു, എന്താച്ചാ വേണ്ടു? നിങ്ങൾ പോയി വിവാഹം കഴിച്ച കുട്ടികളൊക്കെ ആയിട്ട് കഴിയുക. ഇപ്പം ലോകത്ത് മനുഷ്യരില്ല, ധാരാളമായിട്ട് വർദ്ധിക്കട്ടെ. അവർ നേരെ അങ്ങോട്ട് പുറപ്പെട്ടു. നാരദ മഹർഷി ഇവരെ കണ്ടപ്പോൾ അടുത്ത് പോയിട്ട് ചോദിച്ചു, ചില കുസൃതി ചോദ്യമൊക്കെ ചോദിച്ചു. ഇവർക്ക് ആത്മനിഷ്ഠ ഉണ്ടോ, കുറച്ചൊക്കെ വേദാന്തം പഠിച്ചിട്ടുണ്ടോ, ശാസ്ത്രം അറിയുന്നവരാണോ, ഇവരുടെ മനസ്സിൽ എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടി അദ്ദേഹം ചില ചോദ്യങ്ങൾ ചോദിച്ചു. ചോദ്യം ഇതാണ്, കേൾക്കുമ്പം വലിയ യുക്തി തോന്നില്ല. കുസൃതി ചോദ്യം എന്ന് പറഞ്ഞത് അങ്ങനെയാണ്. വാചക്കൂടെന്നൊക്കെ പറയും, കടങ്കഥ പോലെ. ശരിക്കും നമ്മൾ ചിന്തിക്കുന്ന ഉത്തരമാവില്ല ഉത്തരം. അത് കുറച്ചൊരു ആ മട്ടിൽ ചിന്തിക്കാൻ കഴിവുള്ളവർക്ക് ഉത്തരം കിട്ടുള്ളൂ. ചിലപ്പോൾ കുട്ടികളൊക്കെ ചോദിക്കാറുണ്ട്, ഏറ്റവും തണുപ്പുള്ള അക്ഷരം ഏതാ? തിരുമേനി പറയൂ, ഏറ്റവും തണുപ്പുള്ള അക്ഷരം. തണുപ്പുള്ള അക്ഷരം ഇംഗ്ലീഷിൽ ബിയാ. എന്താ കാരണം? AC തണുക്കാം. നമ്മൾ പിന്നെ കുട്ടിയായോണ്ടൊന്നും ചെയ്തില്ല, അല്ലെങ്കിൽ ജാതി ഓരോ ചോദ്യം. AC തണുക്കായതുകൊണ്ടാണ് ബിക്ക് തണുപ്പ്. വലിയ കഥയൊന്നുമില്ല, എന്നാലും അവർക്കൊരു തമാശ ആണ്. അങ്ങനെയൊക്കെയുള്ള സമ്പ്രദായമുണ്ട്. നായക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അക്ഷരം L. അങ്ങനെയൊക്കെ ഉണ്ട്. ഏറ്റവും നീളം കൂടിയ അക്ഷരം Q. Qന് നീളമല്ലേ? ഇങ്ങനെയൊക്കെ ഓരോ കൂട്ടം ചോദ്യങ്ങളാണ്. ഇതേപോലെ സംസ്കൃതത്തിലും അല്ലെങ്കിൽ വേദാന്തത്തിലും ഉണ്ട് ഇങ്ങനെയൊക്കെ ഓരോ ചോദ്യം. തനി ലൗകികനെ നോക്കിയാൽ ഉത്തരം കിട്ടില്ല. പക്ഷെ അതിൽ എന്തുണ്ടാവും? കുറച്ചൊക്കെ ശാസ്ത്രം പഠിച്ച ആൾക്ക് ഉത്തരം കിട്ടും ആ ഭാഗത്തിന്. അങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ ചോദിച്ചു. നിങ്ങൾക്ക് ഒരു പുരുഷൻ മാത്രമുള്ള രാഷ്ട്രം അറിയോ? പുരുഷൻ ഏതാ, രാഷ്ട്രം ഏതാ പറയണം. 2 ഭാഗത്തേക്ക് ഒഴുകണ നദി അറിയോ? പിന്നെ ഒരു ഗുഹ ഉണ്ട്, അതിലേക്ക് അങ്ങോട്ട് പോയാൽ അങ്ങോട്ട് വരില്ല, കഴിഞ്ഞു. ആ ഗുഹ നിങ്ങൾക്കറിയോ? ഒരു സ്ത്രീ ഉണ്ട്, അവൾ ഇടയ്ക്കിടയ്ക്ക് വേഷം മാറും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വേഷം മാറുന്ന സ്ത്രീയെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? പിന്നെ ഒരു വേശ്യാ സ്ത്രീ ഉണ്ടെന്നാൽ അവൾക്കൊരു ഭർത്താവും ഉണ്ട്. ഭർത്താവിനെ നിങ്ങൾക്കറിയും. ഇതിലൊക്കെ ഇപ്പം നമ്മളിപ്പോൾ എന്താ ഉത്തരം പറയാം? നമുക്കറിയണ്ടാവില്ല. പക്ഷേ ഇവർ പറഞ്ഞു 2 ഭാഗത്തേക്ക് ഒഴുകണം നദി ഏതാ ചോദിച്ചാൽ അത് ജനനം മരണം. ആശുപത്രിയിൽ പോയാൽ കാണാം, കാറിൽ ഇങ്ങനെ വരുന്നത് കാണാം, ഗർഭിണി. ഒരു ഭാഗത്ത് പ്രസവം നടക്കുന്നുണ്ട്, വേറൊരു ഭാഗത്ത് ആംബുലൻസിൽ കൊണ്ടുപോകണമുണ്ട്. ഒരേ ദിക്കില്ല. ജനനം മരണം, അതാണ് 2 ഭാഗത്തേക്ക് ഒഴുകണ നദി. ഒരു പുരുഷൻ മാത്രമുള്ള രാഷ്ട്രം, അത് ഈ ശരീരമാണ്, അതിലെ ചൈതന്യമാണ് ആ പുരുഷൻ. ഇനി പ്രപഞ്ചം എടുത്താൽ അതിലുള്ള ചൈതന്യമാണ് പുരുഷൻ, ഈ പ്രപഞ്ചമാണ് രാഷ്ട്രം. ഒരു ഗുഹ, അതിലേക്ക് പ്രവേശിച്ചാൽ പിന്നെ തിരിച്ചു വരില്ല പറഞ്ഞത്, അത് മോക്ഷമാണ്. പിന്നെ തിരിച്ചു വരവില്ല. എന്നുവെച്ചാൽ പുനരാവർത്തതയെ. ബാക്കിയുള്ളതൊക്കെ തിരിച്ചു വരവുണ്ട്. സ്വർഗത്ത് പോയാലും ക്ഷീണേ പുണ്യം മർത്യലോകം വിശന്തി. പുണ്യം തീർന്നാൽ പിടിച്ച് പുറത്താക്കും. അക്കൗണ്ട് കാലിയായ പിന്നെ സാറെന്നൊന്നും വിളിക്കില്ല, പിടിച്ചങ്ങോട്ട് പെട്ടിയെടുത്ത് പുറത്തേക്ക് ഇടും. എന്നാൽ മോക്ഷം കിട്ടിയ പിന്നെ ഇല്ല. ഉപ്പുപാവ കടലിൻ്റെ ആഴളക്കാൻ ഇറങ്ങിയ പോലെയാണ്. ഞാൻ കടലിൻ്റെ ആഴം പറഞ്ഞു തരട്ടോ എന്ന് പറഞ്ഞ ഉപ്പുപാവ ഉപ്പൻ്റെ സ്കെയിലുമായിട്ട് പോയി. നമ്മളിങ്ങനെ കാത്തിരിക്കുക, എപ്പം വരും, ആരും വരില്ല. ഇതേപോലെ പലരും അങ്ങോട്ട് പുറപ്പെടും. മഹാത്മാക്കൾ പറ്റിച്ച് നടക്കുക, താടി നീട്ടി നടക്കാം, നോക്കട്ടെ അവരുടെ രഹസ്യമൊക്കെ ഞാൻ ചോർത്തി തരാം എന്ന് പറഞ്ഞൊരാൾ പോയി. പിന്നെ ചിന്മയാനന്ദനായി.
അതായി മാറുകയാണ്. അങ്ങനെ ഉപഭാവ കടലിലേക്ക് ഇറങ്ങി കടലായി മാറും, പിന്നെ തിരിച്ചു വരില്ല, പിന്നെ ഇത് പറയാൻ ആളില്ല. അതാണ് മുക്തി, ആണ് മോക്ഷം. ആ ഗുഹയിൽ പോയാൽ പിന്നെ ഇങ്ങോട്ട് വരില്ല, കാത്തിരിക്കേണ്ട, ആ പോയതല്ല വരിക. ഇടയ്ക്കിടയ്ക്ക് വേഷം മാറണ സ്ത്രീ, അത് മനസ്സാണ്. നമ്മുടെ മനസ്സന്നെ രാവിലെ പറഞ്ഞതല്ല ഉച്ചയ്ക്ക് പറയാം, ഉച്ചയ്ക്ക് പറഞ്ഞതല്ല ഇനി വൈകുന്നേരം പറയും. അപ്പോൾ അങ്ങനെ ഇരുന്ന് ഭാഗവതമൊക്കെ പഠിക്കേണ്ടത് എന്ത് നല്ല കാര്യമല്ല, ഇതൊക്കെ നേരത്തെ വേണം, ഇനിയിപ്പോൾ എന്തായാലും സമയം കളയാനും നല്ലോണം നോക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ പോയി കിടന്നുറങ്ങിയാലും. ഒരേ മനസ്സ് നമുക്ക് ഇങ്ങനെ മാറുകയാണേ, ഓരോ ദിവസം അങ്ങനെ മാറി, സമയം അങ്ങനെ മാറി 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 ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് വേഷം മാറുകയാണ് അവൾ. എന്നാൽ ഒരു വേശ്യാസ്ത്രീ ഉണ്ട് പറഞ്ഞതാരാ, ഭൂമി. ഭൂമി എല്ലാവരും എൻ്റെ എന്നല്ല പറയുക, എൻ്റെ ഭൂമി, എൻ്റെ ഭൂമി. ഏട്ടനും പറയണു, അനിയനും പറയണം. ഒരു വേലി അങ്ങോട്ട് കേട്ടു, ഇയാൾ പിടിച്ചും ഘടന കേട്ടു, എൻ്റെ എൻ്റെ എൻ്റെ. ഭഗവാൻ ചിരിക്കും അത്ര. എന്താ വെച്ചാൽ ഇവരുടെ വല്യച്ഛനും അച്ഛനും തമ്മിൽ തന്നെയിരുന്നു പ്രശ്നം, അവരുടെ മുത്തച്ഛനും തമ്മിൽ തന്നെയിരുന്നു പ്രശ്നം. അവരൊക്കെ പോയി, ഇതിവിടെ ബാക്കിയുണ്ട്, ഇത് വാസ്തവത്തിൽ എൻ്റെ എന്നുള്ളത് ഇവർക്ക് അറിയില്ലല്ലോ. ശരിക്ക് ആ ഭൂമിയുടെ ഭർത്താവ് ഞാനാന്നുള്ളത് ഇവർക്ക് അറിയില്ലല്ലോ. ഇതിനെയാണ് ഭൂമിയാണ് ആ വേശ്യാസ്ത്രീ, ഭൂമിയുടെ ഭർത്താവ് ഭഗവാനാണ്. ഇത്രയും കേട്ട സമയത്ത് നാരദർക്ക് തോന്നി ഇവരിങ്ങനെ കഴിഞ്ഞാൽ മതിയോ. നാരദർ ചോദിച്ചു, നിങ്ങൾ യോഗ്യന്മാരാണല്ലോ. അതെ, എൻ്റെ കൂടെ പോരണോ, തൻ്റെ പാർട്ടി ചേരണോ ചോദിച്ചു. ആന്നും പറഞ്ഞു. അങ്ങനെ അവരെ മുഴുവൻ അങ്ങോട്ട് മതം മാറ്റിയാൽ നാരദ മഹർഷി. അങ്ങനെ അധ്യക്ഷന്മാർ മുഴുവൻ നാരദരുടെ കൂടെ അങ്ങോട്ട് പോയി സന്യസിച്ചു. ഈ വാർത്ത അറിഞ്ഞ ദക്ഷൻ ലേശം ദേഷ്യമൊക്കെ തോന്നി. പിന്നെ ഭാര്യയ്ക്ക് കഴിവുണ്ടല്ലോ, എത്ര മണി കൂട്ടിലുണ്ടാവും. തൽക്കാലം നാരദരെ ശപിച്ചില്ലേ. പിന്നെ ഉണ്ടായി കുറച്ച് മക്കൾ, ശബളാശ്വന്മാർന്ന് പേരിട്ടു. അവരോട് പ്രത്യേകം പറഞ്ഞു, ശ്രദ്ധിക്കണം, താടി നീട്ടി ഗോപിക്കുരു തൊട്ട് കയ്യിൽ വീണയായിട്ടൊരു മഹർഷി ഉണ്ട്, നാരദൻ എന്നാണ് പേര്, അയാളടുത്തേക്ക് പോവരുത്. കുട്ടികളോട് എന്താ അരുത് പറഞ്ഞത് ചെയ്യും, ചെയ്യേണ്ടത് പറഞ്ഞു കൊടുത്താൽ മതി. സപ്താഹക നടക്കുന്നുണ്ട്, പോവാട്ടോ എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. അല്ലാണ്ട് അപ്പുറത്ത് വേറൊരു സംഗതി അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞാൽ അത് പോകും. അത് വേണ്ട. ഇതിപ്പം ഇവർ താടിക്കാരെ കണ്ട അടുത്ത് പോയി ചോദിക്കും, പേരെന്താ, നാരദെന്നാ? അല്ല, അല്ലേ? ഗോപിക്കുരു തൊട്ടാളെ കണ്ടാൽ പോയി ചോദിക്കും, നാരദെന്നാണോ പേര്? അല്ല, അല്ലേ? ഇങ്ങനെ ഇങ്ങനെ ഇവർ വീണ കണ്ടാൽ പോയി ചോദിക്കുക. ഇങ്ങനെ അവസാനം കണ്ടുപിടിച്ചു. നാരദരെ അങ്ങോട്ട് അന്വേഷിച്ചെത്തി. നാരദർക്ക് വലിയ സന്തോഷമായി. നിങ്ങളാരാ? ഞങ്ങൾ ഹരീശ്വരന്മാരുടെ അനിയന്മാരാണ്. ഏട്ടന്മാർ പോയ വഴിക്ക് പോകണോ? വേണം. ശരി. അവരും മതം വായിച്ചു. ഇത്രയും മക്കളുണ്ടായിട്ടൊരാളെ പോലും തൻ്റെ കാര്യത്തിന് കിട്ടിയിട്ടില്ല ഈ ദക്ഷന്. മക്കളെ മുഴുവൻ മതം മാറ്റിയത് നാരദരാന്ന് മനസ്സിലാക്കി അദ്ദേഹം നാരദരെ ശപിച്ചു. സന്യാസിമാരാക്കണത് തെറ്റല്ല, അതാണ് വേണ്ടത്. ഇവിടെ നമുക്കത് പറ്റണില്ല എന്നുള്ളതാണ്. എപ്പോഴും സമാധാനമായിട്ടിരിക്കില്ലേ അവർ, അത് വലിയ ഭാഗ്യമല്ലേ. തൻ്റെ കുലത്തിലൊരാൾ അങ്ങനെ സന്യസിച്ചല്ലോ എന്ന് ആലോചിച്ചാൽ കുലം പവിത്രമായി. ആ അമ്മ ഏറ്റവും വലിയ ഭാഗ്യവതി, അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. പക്ഷേ അദ്ദേഹത്തിന് അത് പറ്റണില്ല. അത് മനുഷ്യരെ നമ്മളൊക്കെ സ്വഭാവം കാണിക്കണം, മമത കൊണ്ടേ. നമുക്കെന്താ വേണ്ട വെച്ചാൽ എന്തേ ചെറിയൊരു ജോലി, കുറച്ച് കാശ് ഉണ്ടാക്കി അങ്ങനെ കല്യാണം കഴിച്ചൊരു കുട്ടിയായിട്ടാണ് അങ്ങനെ അങ്ങനെ എന്താ അതിലപ്പുറം ഒന്നും അങ്ങനെ അങ്ങനെ ചിന്തിക്കാനെന്നുള്ള അങ്ങനെയൊന്നുമില്ല. അത്രയ്ക്ക് അങ്ങോട്ട് എത്തണില്ല എന്നർത്ഥം. ഇദ്ദേഹം ശപിച്ചു. താൻ ഒരു ഭാഗത്ത് അങ്ങനെ നിൽക്കുന്നത് കൊണ്ടല്ല ഈ കണ്ടവരൊക്കെ മതം മാറ്റാൻ പറ്റണത്. അതുകൊണ്ട് ഒരു ഭാഗത്തിരിക്കാൻ പറ്റാതെ പോട്ടെ. നാരദർ പറഞ്ഞു, താങ്ക്സ്. കുറച്ച് കാലം ഇങ്ങനെ വിചാരിക്കണു. എവിടെ ഇരിക്കാൻ നാരദർക്ക് വലിയ താല്പര്യമില്ല. കാരണം ഇരുന്ന് കഴിഞ്ഞാൽ അവരായിട്ട് ബന്ധം ഉണ്ടാവും. പിന്നെ അവരോട് അവർക്ക് എന്തേ വയ്യായി വന്നത് എനിക്കൊരു ബുദ്ധിമുട്ട്. ഇതിപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്ഥലം മാറുമ്പോൾ ആരോടും ബന്ധമില്ല, അപ്പം ആരുമായിട്ട് പ്രശ്നമില്ല അല്ലേ, സുഖമായിട്ടിരിക്കാമല്ലോ. മാത്രമല്ല എവിടെ എത്തിയാലും അവിടെയൊക്കെ ഭഗവാന്റെ കഥകൾ പറയാം. നാരദരങ്ങനെ പറയും, അപ്പോഴേക്ക് സ്ഥലം മാറ്റും, അടുത്ത വീക്കിൽ പോയി പറയും. ആചാര്യന്മാരെ പോലെ തന്നെയാണ്, റേഡിയോ പോലെ അങ്ങോട്ട് പറയുള്ളൂ, ഇങ്ങോട്ടൊന്നും കേൾക്കില്ല. പറഞ്ഞു പോയി അടുത്ത വീക്കിൽ, അവിടുത്തെ അവിടെ പറയണമെന്ന് പോകണം. ഇങ്ങോട്ട് കേൾക്കുമ്പോൾ അല്ലേ ബുദ്ധിമുട്ടുള്ളൂ, ഇല്ലല്ലോ. എല്ലാ ദിക്കിലും പോയി ഭഗവാന്റെ കഥകൾ പറയാലോ, നന്നായി. ഏതായാലും തിരിച്ച് ശപിക്കാനുള്ള ശേഷിയൊക്കെ നാരദർക്ക് ഉണ്ടെങ്കിലും ഇതൊരു വരമായിട്ട് കണക്കാക്കി, അനുഗ്രഹമായിട്ട് കണക്കാക്കി. നന്നായത്, ശാപമായിട്ട് തോന്നിയില്ല. ഇങ്ങനെയാണ് സജ്ജനങ്ങളുടെ സ്വഭാവം. എന്ത് വന്നാലും അനുഗ്രഹമായിട്ട് കണക്കാക്കും. പണ്ടേ അദ്ദേഹം അങ്ങനെയാണ്, പൂർവ്വജന്മത്തിൽ അങ്ങനെയല്ലായിരുന്നു. അമ്മ മരിച്ചപ്പം അനുഗ്രഹം മന്യമാന, ഭഗവാനോട് അടുക്കാൻ വേണ്ടി ഭഗവാൻ അമ്മയെ ആദ്യം കൊണ്ട് കൊണ്ടുപോയി. തൻ്റെ ബന്ധത്തിനും ബന്ധനത്തിനും കാരണം അമ്മയല്ലേ. അങ്ങനെയുള്ള നാരദർ തിരിച്ച് ശപിച്ചില്ല. ഏതായാലും ആ സിഗ്നി പറഞ്ഞു, ഇനി പെൺകുട്ടികൾ മതി. അങ്ങനെയാകുമ്പോൾ നാരദർ വരും. നാരദർക്ക് പെൺകുട്ടികൾ അലർജിയാണ്, അടുത്തേക്ക് പോകില്ല. അദ്ദേഹം വെറുതെ പോവില്ല എന്തായാലും. അങ്ങനെ പെൺകുട്ടികളുണ്ടായി. അങ്ങനെ 60 പെൺകുട്ടികളുണ്ടായി. അതിൽ 13 പേരെ കശ്യപൻ അങ്ങോട്ട് വിവാഹം കഴിച്ചു കൊടുത്തു. അതിലാണ് കുറേ പേരുണ്ട്, ദിതി അതിഥി. അതിഥിയുടെ മക്കളാണ് ആദിത്യന്മാർ, അവരെ നമ്മൾ ദേവന്മാർ എന്ന് പറയും. ദിതിയുടെ മക്കളാണ് ദൈത്യന്മാർ, അവരെ നമ്മൾ അസുരന്മാർ എന്ന് പറയും. ഇവർ തമ്മിൽ എന്നും പ്രശ്നം. എഴുത്തിനെത്തിയ മക്കളാണ്, അവരച്ഛൻ്റെ മക്കളാണ്, പക്ഷെ എന്നും ശല്യം, എന്നും പ്രശ്നം, ശണ്ട.
ഇത് കണ്ടിരിക്കുകയാണ് ആരുടെ പണി? കശ്യപൻ്റെ പണി. കശ്യപൻ നോക്കിയിരിക്കും, ഇത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കശ്യപൻ എന്ന് പറഞ്ഞാൽ തിരിച്ചു പറഞ്ഞു നോക്കൂ, പശ്യകൻ, നോക്കിയിരിക്കുന്നവൻ, വിളക്ക് പോലെ അങ്ങനെ ഇരിക്കും. ആ വേദിയിൽ നിന്ന് ഭാഗവതം വായിക്കാം, കള്ളസാക്ഷ്യം ഒപ്പിടാം, എന്തും ചെയ്യാം, വിളക്കിടപെടൊന്നുമില്ല. ഇതുപോലെ അവിടെ അസുരന്മാരും ദേവന്മാരും തമ്മിൽ യുദ്ധം ചെയ്യുമ്പോഴും ഇടപെടാണ്ട് അങ്ങനെ ഇരിക്കുക. അത് വലിയ കഴിവല്ലേ? നമ്മുടെ വിചാരം ഇടപെടല കഴിവെന്നാ. നമ്മളാ ഇടപെടാണ്ടിരിക്കുമോ? എന്തെങ്കിലും അറിയണത് കണ്ടാൽ നമുക്കറിയേണ്ട ഒരു വിഷയത്തെപ്പറ്റി ചർച്ച നടക്കുമ്പോൾ നമ്മൾ പോവുമോ? പോയി പറയില്ലേ? ഇല്ലേ? ഇല്ല ഇല്ലേ? നമ്മളിങ്ങനെ പോയിട്ട് ഞാൻ പറയാം എന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് പറയും. അവസാനം അയാൾ ചോദിക്കണത് വരെ, എന്ത് ചോദിക്കുന്നത് വരെ, തന്നെ ആരാ അങ്ങോട്ട് ക്ഷണിച്ചത് ചോദിക്കണത് വരെ അവിടെ ഇരുന്ന് അതിനൊന്നും പോകരുത്. അറിയണ വിഷയമാണെന്ന് വെച്ചാൽ എന്തോ പറയട്ടെ, നമ്മളോട് ചോദിച്ചാൽ മാത്രം അഭിപ്രായം പറയാം. അങ്ങനെയാണ് മാന്യന്മാർ, വിവേകികൾ. മിണ്ടില്ല, അദ്ദേഹം ഇടപെടുകയില്ല. തന്നോട് ചോദിച്ചാൽ മാത്രമേ അദ്ദേഹം മിണ്ടുള്ളൂ. അതുകൊണ്ട് നല്ല സമാധാനമുണ്ട്. ദിതിക്കും അതിഥിക്കൊന്നും സമാധാനമില്ല. പക്ഷെ ആർക്കുണ്ട്? കശ്യപൻ സമാധാനം എപ്പോഴും ഉണ്ട്. അതാണ് കശ്യപൻ്റെ പ്രത്യേകത, അതാണ് തപസ്. അതാണ് അദ്ദേഹം ഒന്നിനാലും ബാധിക്കാണ്ടിരിക്കുന്നുണ്ട്. അതാണ് കശ്യപൻ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം. കശ്യപൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ബോധം തന്നെയാണ് ഈ പറഞ്ഞത്. ദേവന്മാർ അസുരന്മാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ രണ്ട് സ്വഭാവമാണ്. അത് തമ്മിൽ എന്നും പ്രശ്നമാണ്. അതിലാർക്ക് പങ്കില്ല? ബോധത്തിന് പങ്കൊന്നുമില്ല. തെറ്റ് ചെയ്താൽ അതിൻ്റെ ഫലം അനുഭവിക്കും. ചിലപ്പം യുദ്ധത്തിൽ അസുരന്മാരാവും ജയിക്കുക, ചില യുദ്ധത്തിൽ ദേവന്മാരാവും ജയിക്കുക. അങ്ങനെ ദേവന്മാർ ജയിച്ചുകൊണ്ടാണ് നിങ്ങളിപ്പം ഇവിടെ ഇരിക്കുന്നത്. നാളത്തെ യുദ്ധത്തിൽ ആരാ ജയിക്കാൻ നിശ്ചയില്ല. ചിലപ്പോൾ സപ്താഹം കേൾക്കാൻ വരുന്നുണ്ടെങ്കിൽ ദേവന്മാർ ജയിച്ചു, സിനിമ കാണാനെ പോയത് വെച്ചാൽ അസുരന്മാർ ജയിച്ചു. അത്രയേ ഉള്ളൂ. നമുക്ക് പറയാൻ പറ്റില്ല ആരാ എപ്പോഴാണ് ജയിക്കാനുള്ളത്, നമുക്കറിയില്ല. പക്ഷെ ഇതിലൊന്നും ആരിടപെടില്ല. കശ്യപൻ അതിലിടപെടില്ല. അതിൻ്റെ ഫലം അങ്ങനെ കിട്ടും, അത്ര തന്നെ. ഏതായാലും അതിലെ ദേവന്മാരിലെ ഒരുവനായ ത്വഷ്ടാവ് അസുരസ്ത്രീയായ രചനയെ കണ്ടു, ഇഷ്ടപ്പെട്ടു, അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ഇഷ്ടമായി. ആദ്യമായിട്ടാണ് അങ്ങനെ കല്യാണം കഴിച്ചു. ഒരു ഇൻ്റർകാസ്റ്റ്. വലിയ പ്രശ്നമായില്ലേ? പണ്ടത്തെ കാലത്ത് വിപ്ലവമായി. ദേവൻ അസുരസ്ത്രീയെ കഴിക്കും. ദേവന്മാരുടെ അടുത്തേക്ക് അദ്ദേഹം വന്നപ്പം പറഞ്ഞു, നിന്നും കണ്ട കയറ്റും കുഴപ്പമില്ല, ഇവളെ ഇന്ന് വരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. എന്ത് ചെയ്യും? അസുരന്മാരുടെ അടുത്ത് പോയപ്പോൾ അവരും പറഞ്ഞു പറ്റില്ല, ഈ ദേവൻ അങ്ങോട്ട് കയറ്റില്ല എന്ന് പറഞ്ഞു. രണ്ടുപേരും കൂടിയും എറണാകുളത്തൊരു ഫ്ലാറ്റിൽ. പിന്നെ കുഴപ്പമില്ല, നമ്മൾ പിന്നെ അടുത്ത ഫ്ലാറ്റിലാരാ നമ്മളെ കാര്യം നോക്കാന്നല്ലാതെ. അതുകൊണ്ട് അവരും ഇവിടെ സുഖമായിട്ട് അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ അവർക്കൊരു ഉണ്ണി ഉണ്ടായി. ആ ഉണ്ണിയാണ് ആര്? വിശ്വരൂപൻ. അച്ഛൻ ദേവൻ, അമ്മ അസുരസ്ത്രീ, വിശ്വരൂപൻ ബ്രാഹ്മണനായിട്ട് മാറിയെന്ന് പറഞ്ഞു. അത് അത്ഭുതമല്ലേ? അതാ പറഞ്ഞത്, ജാതിയല്ല വർണ്ണം. നമുക്ക് പുരാണത്തിൽ തന്നെ കാണുന്നില്ലേ? നമ്മുടെ സംസ്കാരത്തിനനുസരിച്ചാണ്, നമ്മുടെ സ്വഭാവം നോക്കിയിട്ടാണ്, ഗുണവും കർമ്മവും നോക്കിയിട്ടാണ് ഏതാ വർണ്ണം തീരുമാനിക്കുക. അതാണ് മുഖ്യം. ഇവിടെ അച്ഛൻ നോക്കിയാൽ ദേവനല്ലേ, അമ്മ അസുരസ്ത്രീയല്ലേ. അസുരസ്ത്രീയുടെ മകൻ ബ്രാഹ്മണനായെന്ന് പറഞ്ഞാൽ എന്താ കഥ? കാരണം അദ്ദേഹം കുട്ടിക്കാലത്തെ അച്ഛൻ്റെ ജപവും ധ്യാനവും ഹോമവും ഒക്കെ കണ്ടങ്ങനെ വളർന്നു. ആ മട്ടിൽ അതിലായി താല്പര്യം, ശാസ്ത്രം പഠിക്കാനാണ് ഉത്സാഹം. അങ്ങനെ ദാനം കൊടുക്കുക, വാങ്ങുക, ഇങ്ങനെയൊക്കെയുള്ള സമ്പ്രദായമായിട്ട് അങ്ങനെ അദ്ദേഹം ആരായി മാറി? ബ്രാഹ്മണനായിട്ട് മാറി. ബ്രാഹ്മണനായിട്ട് മാറുന്നല്ല, അതിൻ്റെ അങ്ങോട്ട് അങ്ങേയറ്റെത്തി ദേവന്മാരുടെ ഗുരുവായി. ദേവന്മാരുടെ പുരോഹിതനാവണം വെച്ചാൽ എന്താ, എത്ര കണ്ട് കഴിവുണ്ട്. പരീക്ഷത്തിനപ്പോൾ ഒരു അത്ഭുതം. അസുരസ്ത്രീയുടെ മകൻ ദേവന്മാരുടെ ഗുരു. എന്താണ്? അസുരസ്ത്രീയുടെ മകൻ ദേവന്മാരുടെ ഗുരു. അസുരന്മാരും ദേവന്മാരും തമ്മിൽ ഇങ്ങനെയല്ലേ? അങ്ങനെ ഇരിക്കുക അസുരസ്ത്രീയുടെ മകനെ പിടിച്ച് ദേവന്മാർ ഗുരുവാക്കിയോ? ദേവേന്ദ്രനാണെച്ചാൽ എവിടെയും തല താഴ്ത്താത്ത ആളാണ്. എവിടെയും അത്രയ്ക്ക് അഹന്തള്ള ആൾ എങ്ങനെ ഈ അസുരസ്ത്രീയുടെ മകനെ പിടിച്ച് ഗുരുനാഥനാക്കി പറയാം? മാത്രമല്ല, താൻ പണ്ട് പഠിച്ചത് ദേവഗുരു ആരാ? മറ്റേ പുരാണ ക്യൂസിൽ അവരുടെ ആചാര്യം പറഞ്ഞതെന്താ? ദേവഗുരു ബൃഹസ്പതി അല്ലേ? അപ്പം അങ്ങനെ ഇരിക്കുമ്പം ഇവിടെ ഇപ്പം എന്തായി? ഇപ്പം പറയണത് ദേവഗുരുവായി ആര്? വിശ്വരൂപം എന്ന് പറഞ്ഞപ്പോൾ അപ്പം ബൃഹസ്പതി പെൻഷൻ പറ്റിയോ? അത് പിരിഞ്ഞു. അവിടെ എന്താ ഇപ്പം ഉണ്ടായി? എന്താ സംഗതി പറയൂ എന്നാണ്. അപ്പോഴാണ് പറഞ്ഞത്, പറയാം. ഈ ഇന്ദ്രന് ഐശ്വര്യം കൊണ്ട് വർദ്ധിച്ചുവല്ലോ. കാരണം സൗകര്യം കുറേ ഉണ്ടാകുമ്പോൾ അഹങ്കരിക്കും. അത് പിന്നെ അങ്ങനെയാണത്. നമ്മളും അങ്ങനെയല്ല. സൗകര്യം ഉണ്ടാകുമ്പോൾ എന്തുണ്ടാവും? നേരെയാകുമോ? അഹങ്കരിക്കുമെന്നാണ്. പാരിജാത മരം ചോദിച്ചാൽ എന്തും കിട്ടും എപ്പോഴും സമയത്ത് അല്ലേ? എപ്പോഴും ചെറുപ്പമായിട്ടിരിക്കാം. ഇന്ദ്രഹ ത്രിഭുവനൈശ്വര്യമതോല്ലംഘിത സത്പഥ. ഒരു മനുഷ്യൻ ചീത്തയാവണം വെച്ചാൽ അധികമൊന്നും വേണ്ട. യൗവനം, യുവാവായിട്ടിരുന്നാൽ മതി. ചെറുപ്പമായിട്ടിരുന്നാൽ തന്നെ കുറച്ച് അഹങ്കാരം ഉണ്ടാവും. അതല്ലെങ്കിലോ ധനസമ്പത്തി, കാശ് കയ്യിലുണ്ടാവുക, ധാരാളം കാശ്. ജന്മനാഥനുണ്ടെങ്കിൽ വളരെ നന്നായി. അച്ഛനമ്മയ്ക്കൊക്കെ ധാരാളം കാശുണ്ടെങ്കിൽ പിന്നെ ഉണ്ടാവണമെന്ന് അങ്ങനെ വെച്ചാൽ പിന്നെ കാശിൻ്റെ വില മനസ്സിലാവില്ല. അപ്പോഴും ചീത്തയാവാനുള്ള സാധ്യത കൂടുതലുണ്ട്. യൗവനം, ധനസമ്പത്തി, പ്രഭുത്വം, വലിയ കുലത്തിൽ പിറക്കുക.
അവിവേകത, വിവരമില്ലാണ്ടിരിക്കുക. യൗവനം, ധനസമ്പത്തി, പ്രഭുത്വം, അവിവേകത, ഇതിലേതെങ്കിലും ഒന്നുണ്ടെങ്കിൽ നശിക്കും. ഇത് നാലുമുള്ള ഇന്ദ്രൻ്റെ കഥ പറയാനുണ്ടോ? യൗവനം, ധനസമ്പത്തി, പ്രഭുത്വം, അവിവേകത, ഏകൈകമപ്യനർത്ഥായ കിമു എത്ര ചതുഷ്ടയം. ഇത് നാലും ഉണ്ടെങ്കിലുള്ള കഥ എന്താ? ഇന്ദ്രൻ അങ്ങനെയാണ്. ഇന്ദ്രൻ എപ്പോഴും ചെറുപ്പമല്ലേ? ഇന്ദ്രന് പ്രായമില്ലല്ലോ. വാർദ്ധക്യം ഇന്ദ്രനില്ല. നമുക്കിപ്പോൾ അത് ഉണ്ട്, അതാ ബുദ്ധിമുട്ട്, നമുക്കിപ്പോൾ അതാ പ്രയാസം. ഇന്ദ്രന് ബാല്യവും കൗമാര യൗവനം, യൗവനത്തിലങ്ങ് നിൽക്കും. എപ്പോഴും 25 വയസ്സാണ്. 26-ാം വയസ്സില്ല, 25-ാം വയസ്സിൻ്റെ 1-ാം വാർഷികം, 27-ാം വയസ്സില്ല, 25-ാം വയസ്സിൻ്റെ 2-ാം വാർഷികം. അത്രയേ ഉള്ളൂ. ഇയാൾ എപ്പോഴും ചെറുപ്പമാണ്. ഗോദ്രജൊന്നും വേണ്ട, മറ്റേ സംഗതി ഒന്നും വേണ്ട. അതേ അങ്ങനെ ഇരിക്കുക. കുഴമ്പ് തേക്കേണ്ട, രാസനാദി പൊടി വേണ്ട, പൊടിയിലിക്കഞ്ഞി കുടിക്കേണ്ട, രാവിലെ എണീറ്റിട്ട് ഓടണ്ട, കുമ്പ കുറയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഇരിക്കുകയാണ്. അതാണ്. പിന്നെ പറയാണ്ടോ? ധാരാളം കാശ് കയ്യിലുണ്ടാവുക. അഹങ്കരിച്ചു. തൻ്റെ ഗുരുനാഥനെ പോലും നിന്ദിച്ചു. സ്വതവേ അങ്ങനെ പതിവ്. അസുരന്മാർ പോലും അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. കുറച്ച് മോശക്കാരാണ് അവർ. എന്നാലും അവരെന്ത് ചെയ്യില്ല? ഗുരുനാഥനെ കണ്ടാൽ ഗുരുനാഥ, അതാണ് അവരുടെ സ്വഭാവം. പക്ഷേ ഇന്ദ്രൻ ഐശ്വര്യം കണ്ട് വർദ്ധിച്ച സമയത്ത് തൻ്റെ ഗുരുനാഥൻ കാണാൻ വന്നതാണ് ബൃഹസ്പതി. അപ്പോൾ അവിടെ അപ്സര സ്ത്രീകളുടെ തിരുവാതിരക്കളിയായിരുന്നു. അപ്പോൾ അതങ്ങനെ കണ്ട് അദ്ദേഹം താളം പിടിച്ചങ്ങനെ നിൽക്കുക അവിടെ. അപ്പോഴാണ് ആര് വരുന്നത്? ബൃഹസ്പതി. അങ്ങനെ അദ്ദേഹത്തിന് തിരക്കൊക്കെ ഉണ്ട്, എന്തൊക്കെയോ തിരക്കുണ്ട്. എന്നാലും ഇന്ദ്രനെ ഒന്ന് കാണണം, എന്തായാലും ഒന്ന് അനുഗ്രഹിക്കണം എന്നൊക്കെ കരുതി തിരക്കൊക്കെ മാറ്റി വെച്ച് അദ്ദേഹം തൻ്റെ ശിഷ്യനോടുള്ള വാത്സല്യം കൊണ്ട് കാണാൻ വരികയാണ്. ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ആർക്കില്ല. ഇന്ദ്രൻ ഈ അഹങ്കാരം കണ്ട് കൂടിയിട്ടേ ഗുരുനാഥൻ അങ്ങനെ വരുന്നത് ഇവിടെ കണ്ടു, ഇവിടെ TV-യിൽ കണ്ടു, CCTV ഗേറ്റ് തുറക്കണതൊക്കെ ഇവിടെ കാണുന്നുണ്ടേ. ഇദ്ദേഹത്തിന് തോന്നി വരാൻ കണ്ട സമയം, ഇനിയിപ്പം TV ഓഫാക്കണ്ടേ, നൃത്തം ഇനി മാറ്റി വയ്ക്കണ്ടേ, അങ്ങനെ തോന്നി. മഹന്നിന്ദ. ഗുരുനാഥനെ കണ്ടാൽ എഴുന്നേൽക്കണം, പൂജിക്കണം, തൊഴണം, നമസ്കരിക്കണം എന്നൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ കണ്ടാൽ അല്ല എഴുന്നേൽക്കണ്ടു. ഗുരുനാഥൻ വരുമ്പോൾ അദ്ദേഹം ചെയ്തു. ഗുരുനാഥൻ അകത്ത വാതിനെ തുറന്നപ്പോൾ അദ്ദേഹം ഉറങ്ങാന്ന് വിചാരിച്ചോട്ടെ. എങ്ങനെയുണ്ട്? ഇടയ്ക്കിടയ്ക്ക് നോക്കും, പോയോ ഇല്ല, പോയില്ല. പിന്നെ ഉറങ്ങണ ആളെ വിളിക്കേണ്ട കരുതി ആര് പോയി? ബൃഹസ്പതിക്ക് സംഗതി മനസ്സിലായി. കുറച്ച അവസ്ഥയിലിരിക്കുക ഇന്ദ്രൻ. ഈ ഐശ്വര്യത്തിന് കാരണം ഗുരുത്വമാണെന്ന് മനസ്സിലാക്കണില്ലല്ലോ. എന്നാൽ പിന്നെ അനുഭവിക്കട്ടെ. ഗുരുനാഥൻ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി, പിന്നെ കണ്ടില്ല. ഗുരുത്വം അങ്ങോട്ട് പോയപ്പോഴേക്ക് പിന്നെന്തേ ഉണ്ടായി? പിന്നെ ലഘുത്വം ചുരുങ്ങി വരാൻ തുടങ്ങി. എന്ത് ചെയ്താലും അബദ്ധാവാണ്. കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ സമാധാനമില്ല. എന്ത് ചെയ്താലും പ്രശ്നം. തൊട്ടതൊക്കെ അബദ്ധാവുക. അതിനാണ് ഗുരുത്വമില്ല എന്ന് പറയാം. ഇനി ഒന്നുമില്ലെങ്കിൽ ഗുരുത്വം ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു പോയിക്കോളും. എത്രയോ മഹാത്മാക്കൾ പറയാറുണ്ട്. കഴിവ് കൊണ്ടൊന്നല്ല കേട്ടോ. എന്തോ ചില കഴിവുള്ളവർ നമ്മൾ കാണാറില്ല, എവിടെ എത്താണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഗുരുത്വമില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. അതാണ്. ചിലൊന്നും വേണ്ട. ആകെ 2 ചോദ്യത്തിൻ്റെ ഉത്തരേ അറിയുള്ളൂ. ഇൻ്റർവ്യൂവിന് പോയപ്പോഴോ തന്നെ പഠിപ്പിച്ച മാഷിനെ അവിടെ ഇരിക്കണത്. ഞങ്ങൾക്ക് 2 അറിയുള്ളൂ, അയാൾക്ക് പറയാം. ആ 2 ചോദിച്ചു, ജോലിയും കൊടുത്തു. എന്താ പറയാറത്? വേറൊന്നും ഇഷ്ടമല്ല. അങ്ങനെയൊക്കെ ഉണ്ടാവും. എത്ര പേരെ നമുക്ക് തന്നെ പരിചയമുണ്ട്. വേറൊന്നും വലിയ കഥയൊന്നും വലിയ നിശ്ചയമില്ല. എന്നാലും അവിടെ പോയി അയാളുടെ പേര് ചോദിച്ചു, പേരിൻ്റെ അർത്ഥം ചോദിച്ചു. അത് മാത്രമാണ് ഇൻ്റർവ്യൂ. കാരണം കൊടുത്തു കഴിഞ്ഞു. അതാണ്. എന്താ അതിനൊക്കെ പറയാം. ചിലക്കൊന്നും ഇല്ല, കഷ്ടപ്പെട്ടു, എത്രയോ കഷ്ടപ്പെട്ടു. എന്നിട്ടും അതുകൊണ്ട് ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഗുരുത്വം എന്നാണ് അർത്ഥം. അത് വേണം. അത് ഇന്ദ്രൻ ഇല്ലാണ്ട് പോയില്ലേ. വിഷമായി, ആകെ പ്രയാസം, തുടർന്നതൊക്കെ അപകടമാവുക. ദേവാസുര യുദ്ധം നടന്നു. അതിൽ ഇന്ദ്രൻ തോറ്റു. കയ്യിൽ അമൃതം ഉണ്ടായിട്ട് പോലും തോറ്റു. ബ്രഹ്മദേവൻ്റെ അടുത്തേക്ക് പോയി. എന്താ കാരണം ചോദിച്ചു. തോൽക്കാൻ ഗുരുത്വം ഇല്ലാത്തതുകൊണ്ടാണോ? താൻ ആ ബൃഹസ്പതിയെ എങ്ങനെയെങ്കിലും പോയിട്ട് കാൽക്കൽ വീണ് നമസ്കരിച്ച് കൊണ്ടുവരിക, അല്ലാണ്ട് വഴിയില്ല. കുറേ അന്വേഷിച്ച് പോയി, കിട്ടിയില്ല. കിട്ടണില്ല. അദ്ദേഹത്തെ കാണുന്നില്ല. എന്താ ചെയ്യുക? അദ്ദേഹത്തെ കാണുന്നില്ലെങ്കിൽ അതേപോലെ തപസ്വിയായിട്ടുള്ള ഒരാളെ പിടിച്ച് ഗുരുസ്ഥാനത്തിരുത്തണം. ആ ഉപദേശം കേട്ട് അതുപോലെ ചെയ്യുക. അതല്ലാണ്ട് നിവൃത്തിയില്ല. അത്രയ്ക്ക് കേമനായിട്ടൊരാളിപ്പോൾ ലോകത്ത് വേറെ ആരാളുള്ളത്? അങ്ങേക്കല്ല അറിയാം. അങ്ങ് ബ്രഹ്മാവ്, അങ്ങല്ലേ ഈ ജനങ്ങളെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ അവരുടെ ആ കേമത്തൊക്കെ അങ്ങേക്ക് അറിയില്ലേ? ബൃഹസ്പതിയെ പോലെ യോഗ്യനായിട്ടുള്ള ഒരാൾ വേറെ ഉണ്ടോ? ബ്രഹ്മാവ് പറഞ്ഞു, ഉണ്ട്, ഇല്ല എന്നൊന്നുമില്ല. ആലോചിച്ചിട്ട് മതി. ഇനി ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ താൻ അദ്ദേഹത്തെ ഗുരുനാഥനാക്കണം എന്ന് പറയണില്ല. പക്ഷേ അദ്ദേഹം ബൃഹസ്പതിയെ പോലെ തന്നെ അത്രയ്ക്ക് തേജസ്സാണ്. ആരാത്? തമണ്ട് പുറത്താക്കിയില്ലേ ദ്രഷ്ടാവിനെ? മറ്റേ ആ കുട്ടിയെ കല്യാണം കഴിച്ചപ്പം ഇത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞല്ലേ, അങ്ങനെ പുറത്താക്കിയില്ലേ? അസുര സ്ത്രീയെ കഴിച്ച ദ്രഷ്ടാവ്. ആ അസുര സ്ത്രീയുടെ മകൻ ഉണ്ടായിട്ടുണ്ട്. അയാളിപ്പം PhD ഒക്കെ കഴിഞ്ഞിരിക്കുക. PhD നെറ്റ് സെറ്റ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ എല്ലാ യോഗ്യതയുണ്ട്. അയാളെ പിടിച്ച് താൻ പുരോഹിതനാക്കുകയാണെങ്കിൽ, പേര് വിശ്വരൂപൻ,
കേമന. അദ്ദേഹം ബൃഹസ്പതിയെ പോലെ തന്നെയാണ്, അത്രയ്ക്ക് തേജസ്സ. അദ്ദേഹത്തെ നീ പുരോഹിതനാക്കിയാൽ നിന്റെ നഷ്ടപ്പെട്ട ഐശ്വര്യമൊക്കെ തിരിച്ചു കിട്ടും. അങ്ങനെ അപ്പം വേണ്ട, അസുരസ്ത്രീയുടെ മകനെ പിടിച്ച് ഗുരുനാഥനാക്കുക. ആ ഗതികേടൊന്നും ഇന്ദ്രന്. വേറെ എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ പറയൂ. ബ്രഹ്മ പറഞ്ഞു വേറെ വഴിയൊന്നുമില്ല. അല്ലേ, എന്നാ പോയി നോക്കുക, അത്രയ്ക്കേ ഉള്ളൂ. വേറെ വഴി ഇല്ലെങ്കിൽ പിന്നെ നേരെ ചെന്നു തൊഷ്ടാവിൻ്റെ അടുത്ത്. എന്താ ഇപ്പം മകൻ്റെ പഠിപ്പൊക്കെ കഴിഞ്ഞില്ലേ, മകനെ പറ്റിയൊക്കെ അന്വേഷിക്കുകയാണ്. തൊഷ്ടാവ് ഇങ്ങനെ നോക്ക്, ഇതുവരെ വലിയ ലോകിയൊന്നും ഇല്ലായിരുന്നു, തന്നെ പിടിച്ച് പുറത്താക്കിയ ആളാണ് അന്ന് കല്യാണം കഴിഞ്ഞപ്പോഴേ. ഇപ്പോൾ അടുത്ത് വന്നിട്ട് ഇന്നലെ പ്രസവിച്ച പോലെ എന്തൊക്കെ പറയാൻ നമ്മൾ ഏട്ടൻ വഴിയല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലോകിയും പറയുകയാണേ. അപ്പോഴേക്കും വിശ്വരൂപം വന്നു. വിശ്വരൂപനെ തൊഴുതങ്ങോട്ട് നമസ്കരിച്ചു ഇന്ദ്രൻ. വിശ്വരൂപം പറഞ്ഞു, വല്യച്ഛ അങ്ങോട്ടല്ല നമസ്കരിക്കേണ്ടത്, ഞാൻ അങ്ങോട്ടല്ലേ, അങ്ങക്ക് എത്ര പ്രായമുണ്ട്, ഞാൻ എത്ര ചെറുപ്പം, എന്നെ അങ്ങോട്ട് നമസ്കരിക്കുകയാണോ? അപ്പോൾ ഇന്ദ്രൻ പറയാണ്, അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരം പ്രായത്തേക്കാൾ അധികം നമ്മൾ നോക്ക് വിവരല്ലേ. ഛന്തോഭ്യോന്യത്രന ബ്രഹ്മൻ വയോ ജ്യേഷ്ഠ്യസ്യ കാരണം. എന്നെക്കാളൊക്കെ അറിവ് തനിക്കുണ്ട്, തപസ്സുണ്ട്, അറിവുണ്ട്, ജ്ഞാനുണ്ട്. അതുകൊണ്ട് നീ ജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ എൻ്റെ ജ്യേഷ്ഠനാ, അതുകൊണ്ട് എനിക്ക് നിന്നെ നമസ്കരിക്കാം. ഇതൊക്കെ സോപ്പാട്ടോ, ഉള്ളെന്ന് പറയണതല്ല, അതൊക്കെ പതപ്പിക്കുകയാണ്. മെല്ലെ മെല്ലെ കാര്യത്തിലേക്ക് എത്തി. ഞാൻ അതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ, അവിടെ ഒരു പോസ്റ്റ് ഒഴിവുണ്ട്, പുരോഹിതൻ്റെ ഒരു പോസ്റ്റ്. നല്ല ശമ്പളമാണ്, ഒരു പണിയില്ല, ആകെ എങ്ങനെയൊന്നും ആക്കണം, എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് ഇങ്ങനെ ആക്കണം, അത്രയേ ഉള്ളൂ. അതിപ്പോൾ പ്രയാസമുള്ള കാര്യമൊന്നും. അങ്ങനെ ഇരിക്കുക, ബുദ്ധിമുട്ടുണ്ടോ? ആക്കുക, കിട്ടിക്കഴിഞ്ഞാൽ നന്നായി വരട്ടെ, അവിടെ അങ്ങനെ പറഞ്ഞാൽ സന്തോഷമായി. ഒന്നും വേണ്ട, അവിടെ ഇങ്ങനെ എത്തിയാൽ മതി. ശമ്പളം നല്ലോണമുണ്ട്, ഭക്ഷണം, താമസം, എന്താ ഇപ്പോൾ സ്വർഗത്തിലാണ്. നമ്മൾ വാങ്ങിച്ചു നമ്മളെ വിളിക്കണമെന്ന് വെച്ചാൽ നമ്മൾ പുസ്തകമൊക്കെ അടച്ചു വെച്ചാൽ പഠിക്കാൻ വേണ്ടി പോകും, അത്രയേ ഉള്ളൂ. അപ്പോഴാണ് വിശ്വരൂപൻ്റെ മഹത്വം മനസ്സിലാക്കുക. ഇവിടെ ദാരിദ്ര്യം കഷ്ടപ്പാടൊക്കെ ഉള്ള ആളാണ്, എന്നിട്ട് പോലും ഇത്രയൊക്കെ അങ്ങോട്ട് പറഞ്ഞപ്പോൾ വീണു വിചാരിച്ചു. അതുകൊണ്ട് പുരോഹിതനായിട്ട് വരണം എന്ന് പറഞ്ഞ സമയത്ത് വിശ്വരൂപം പറയണം, അതെ എനിക്ക് വലിയ അങ്ങക്ക് വിഷമം തോന്നരുതേ, പൗരോഹിത്യം വിഗർഹിതം. അച്ഛൻ എന്നെ പഠിപ്പിച്ചത് യാദൃച്ഛികമായിട്ട് കിട്ടുന്നത് കൊണ്ട് കഴിഞ്ഞുകൂടാനാണ്. ഞങ്ങൾ വൈകുന്നേരത്തേക്ക് എടുത്തു വയ്ക്കാറില്ല. എന്താണ്, പിന്നിൽ നാളത്തേക്ക്. കാശ് കിട്ടിയാൽ കൊണ്ടുനടക്കാനൊന്നും ഞങ്ങൾക്ക് സാധിക്കില്ല. ഞങ്ങൾ നാളേക്ക് തന്നെ എടുത്തു വയ്ക്കാറില്ല. ഞങ്ങളുടെ ധനം എന്ന് പറഞ്ഞ തപസ്സാണ്, അത് നഷ്ടപ്പെടണമൊന്നും ഞങ്ങൾ ചെയ്യാറില്ല. അവിടത്തേക്ക് തന്നെ സുഖസൗകര്യങ്ങളിൽ പെട്ടാൽ ചിലപ്പോൾ ജപിക്കാൻ സമയം കിട്ടാണ്ട് പോകും, സ്വസ്ഥമായിട്ട് നമസ്കരിക്കാനോ ഇരുന്ന് ധ്യാനിക്കാനോ പറ്റാതെ പോകും. അപ്പോൾ അതുകൊണ്ട് വേണ്ട, താല്പര്യമില്ല. എന്ന് മാത്രമല്ല, കാശ് കുറേ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആർത്തി കൂടാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ ഇല്ലയെന്നേ ഉള്ളൂ. ദാരിദ്ര്യം ഉണ്ടെങ്കിൽ വിശപ്പ് മാറണമെന്നേ ഉണ്ടാവുള്ളൂ, അതിലപ്പുറമൊന്നും ഉണ്ടാവില്ല. വിശപ്പ് മാറിക്കഴിഞ്ഞാൽ പിന്നെയാണ് ഓരോരോ ചിന്ത ഉണ്ടാവുക. അതുകൊണ്ടും ദാരിദ്ര്യം തന്നെ നല്ലത്. പണ്ടൊരു പുരോഹിതൻ്റെ കഥ, വളരെ പ്രസിദ്ധമാണ് ആ കഥ. കൊട്ടാരത്തിലെ രാജ്ഞി എന്തോ അടുക്കളപ്പണി ചെയ്യുമ്പോൾ കയ്യിൽ നിന്ന് പാത്രം വീണൊരു പൂച്ചയുടെ തലയ്ക്കാണ് വീണത്. പൂച്ച മരിച്ചു. വലിയ പ്രയാസമായി. വേഗം പുരോഹിതനെ വിളിച്ചു. ഞാൻ ഒരു പൂച്ചയെ കൊന്നു, പാപമാണോ ചോദിച്ചു. പുരോഹിതൻ പറഞ്ഞു, വലിയ പാപമാണ്, പൂച്ചയെ കൊല്ലുക പറഞ്ഞു. ഇതിലും വലിയ പാപം വേറുണ്ടോ? അല്ല, വല്ല പ്രായശ്ചിത്തം ഉണ്ടോ? പ്രായശ്ചിത്തമുണ്ട്. എന്താ പ്രായശ്ചിത്തം? പ്രായശ്ചിത്തം ഒരു 365 ബ്രാഹ്മണരെ വിളിച്ച് ഗംഭീര സദ്യ കൊടുക്കുക. 365. അതില്ലെങ്കിൽ ഒരു കാര്യം പറയാം, ഒരു ബ്രാഹ്മണനെ 365 ദിവസം ഒരു ബ്രാഹ്മണന് സദ്യ കൊടുത്താൽ മതി. ഇനി പുറമെ ഒന്നും അന്വേഷിക്കണ്ട. ഒരു കൊല്ലത്തെ ശാപ്പാടെന്തായാലും ഒരു കൊല്ലത്തെ ആലോചിക്കണ്ട. ഇനി എന്തെങ്കിലും വേണം. ഇത് മാത്രം പോരാ, ആ പൂച്ചയുടെ കനം നോക്കണം. ഒരു സ്വർണ്ണപ്പണിക്കാരനെ ഏൽപ്പിക്കുക ആദ്യം. എന്നിട്ട് ആ പൂച്ചയെ നോക്കിയിട്ട് ആ പൂച്ചയുടെ അത്ര കനത്തിലൊരു സ്വർണ്ണപ്പൂച്ച ഉണ്ടാക്കിയിട്ട് നല്ലൊരു ബ്രാഹ്മണന് ദാനം ചെയ്യുക. ആയിക്കോട്ടെ, സ്വർണ്ണപ്പണിക്കാരനെ ഏൽപ്പിച്ചു. സ്വർണ്ണപ്പണിക്കാരൻ വന്നിട്ട് ആ പൂച്ചയെ തൊട്ടപ്പോഴേക്ക് പൂച്ച എണീറ്റ് പോയി. അത് മരിച്ചില്ല, അത് ബോധം കിട്ടിട്ടേ ഉള്ളൂ. അയാൾ വന്ന് രാജ്ഞിയോട് പറഞ്ഞു, അതെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ആ പൂച്ച എണീറ്റ് പോയി എന്ന് പറഞ്ഞു. ഇത് കേട്ടതും പുരോഹിതൻ്റെ ബോധം പോയി. തൻ്റെ ഒരു കൊല്ലത്ത് സദ്യ, 10-12 പവൻ പൂച്ച, എല്ലാം എത്ര പെട്ടെന്ന് പോയി. പൗരോഹിത്യം വിഗർഹിതം. എന്താണ് അതിൻ്റെ പ്രശ്നം? 10 കിട്ടുകിൽ 100 മതിയെന്നും, ശതമാകിൽ 1000 മതിയെന്നും, 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ ആയുധമാകിൽ ആശ്ചര്യം എന്നത് മനസ്സിൻ്റെ ക്യാൻസറാണത്, ആർത്തി. മറ്റത് കീമോണ്ടൊക്കെ കുറേശ്ശൊക്കെ അങ്ങോട്ട് നമുക്ക് ഇത് ഒഴിവാകില്ല.
ഇനിയും വേണം, ഇനിയും വേണം, ഇനിയും വേണം. മരിക്കണത് വരെ, മരിച്ച് 10 മിനിറ്റ് പിന്നെയും ഉണ്ടാവുന്ന മോഹം, പിന്നെയും വേണം. അതുകൊണ്ട് താല്പര്യമില്ല, അതുകൊണ്ട് പ്രലോഭിപ്പിക്കൊന്നും വേണ്ട, ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ പിന്നെ ഇന്ദ്രന് മനസ്സിലായി ഇങ്ങനെ കാശ് തരാൻ പറഞ്ഞാലൊന്നും വരില്ല, മനസ്സിലാക്കി ഇന്ദ്രൻ എന്ത് ചെയ്തു, പിന്നെ കാൽക്കൽ വീണ് നമസ്കരിച്ച് പറയുകയാണ്, എൻ്റെ വല്യച്ഛനല്ലേ. എന്താണ് വല്യച്ഛൻ പറയുമ്പം കേൾക്കണ്ടേ, നിൻ്റെ ആവശ്യത്തിന് വരണം എന്നല്ല, എൻ്റെ ആവശ്യത്തിനാണ്, എനിക്കും തല്ലാണ്ട വേറെ വഴിയില്ല, രക്ഷിക്കില്ലേ എന്നൊക്കെ ചോദിച്ചപ്പം അതിൽ പാവം ആര് വീണു. അങ്ങനെ പറയുമ്പോൾ നമുക്ക് വയ്യ പറയാൻ പറ്റുമോ? ശരി, വല്യച്ഛന് വേണ്ടി ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞ് വിശ്വരൂപം പുറപ്പെട്ടു. പ്രത്യേകിച്ച് ആ തൊഷ്ടാവ് പറഞ്ഞു, ശ്രദ്ധിക്കണം ഇന്ദ്ര, നീ ഉപദ്രവിക്കരുതേ, എൻ്റെ മകനെ നീ ദ്രോഹിക്കരുതേ, കാരണം സ്വഭാവം നിശ്ചണ്ട്. കാര്യം കണ്ടാൽ എന്ത് വൃത്തികേടും ആര് കാണിക്കും, തൻ്റെ കാര്യം കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്വഭാവമാണ് ഇന്ദ്രന്, നന്ദില്ല. ഏതായാലും കൊണ്ടുപോയി അങ്ങനെ നല്ലൊരു മന്ത്രം ഉപദേശിച്ചു കൊടുത്തു ഈ വിശ്വരൂപൻ ഇന്ദ്രന്. നഷ്ടപ്പെട്ട ഐശ്വര്യങ്ങളൊക്കെ തിരിച്ചു കിട്ടാനുള്ള മന്ത്രം അതാണ് നാരായണ കവചം. മന്ത്രസിദ്ധി വരുത്തുക എന്ന് പറഞ്ഞാൽ അക്ഷരലക്ഷം ഉരുക്കഴിക്കുക എന്ന് പറയും. നാരായണ എന്നാവുമ്പം 4 ലക്ഷം, നാരായണ 4 അക്ഷരം, അപ്പോൾ 4 ലക്ഷം ജപിക്കണം. കൂടും വേണ്ട, കുറയും വേണ്ട. കൂടിയപ്പോൾ എന്താ കുഴപ്പം, ശ്രദ്ധയോടുകൂടി ജപിക്കണം എന്ന് കാണിക്കാനാണ്. കൂടണ്ട കുറയണ്ട, അങ്ങനെ ശ്രദ്ധിച്ച് ജപിക്കുക. കരാറെടുത്ത പോലെയല്ല, വളരെ ശ്രദ്ധിച്ച് അങ്ങനെ കരുതി 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 ജപിക്കുക, മറ്റു ചിന്തകളില്ലാണ്ട്. അത് മതിയോ, പോരാ, അതിൽ 10 ആഹുതി വേണം, ഹോമിക്കണം. ഇഷ്ടദ്രവ്യം കൊണ്ട് നാരായണ നാമം ജപിച്ചിട്ട് 40,000 ഒരു ജപിച്ച് ഹോമിക്കുക. അത് മതിയോ, പോരാ, അതിലെ 10 4000. നേരത്തെ പറഞ്ഞതുപോലെ ബ്രാഹ്മണരെ വിളിച്ച് കാല് കഴിച്ച് നാരായണ നാമം ജപിച്ച് ഭക്ഷണം കൊടുക്കണം. അത്രയായ മന്ത്രസിദ്ധി വരുത്തി എന്ന് പറയാം. ഇതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് പ്രയാസം തന്നെയാണ്. അപ്പം ഇവിടെ പറയണം, അത് പേടിക്കണ്ട, ഈ ഒരു അധ്യായം വായിച്ചാലും ഈ ഫലമാണ്. അത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ അധ്യായം വായിക്കാൻ എന്താ പ്രയാസം, ഒന്നിരുന്ന് പുസ്തകം നോക്കി മെല്ലെ മെല്ലെ നോക്കില്ലേ കൊണ്ട് ഇനി കേട്ടാലും മതി, ഇനി വായിക്കാൻ വൈകി കേൾക്ക്. ധൗതാംഘ്രിപാണിരാജമ്യാസപവിത്ര ഉദങ്മുഖ, കയ്യും കാലമൊക്കെ കഴുകി പവിത്രം ധരിച്ച് വടക്കോട്ട് നോക്കിയിരിക്കുകയാണ്. ഹരേ നമ, ഓം വിഷ്ണവേ നമ, ഭഗവാന് നമസ്കാരം. ഭഗവാന്റെ അവതാരങ്ങളെയൊക്കെ സ്മരിച്ച് ഓരോരോ അവതാരം ഓരോ ദിക്കിൽ നിന്നും എന്നെ രക്ഷിക്കട്ടെ, ഒരിക്കലും ഞാൻ ഭഗവാനെ മറക്കാതിരിക്കട്ടെ. ഓം ഹരിർവിദധ്യാൻ മമ സർവരക്ഷാം, എൻ്റെ രക്ഷ മുഴുവൻ ഭഗവാൻ ഏറ്റെടുത്തു. എന്നെ നോക്കുന്നത് ഭഗവാന്. എങ്ങനെയുള്ള ഭഗവാൻ? ന്യസ്താംഘ്രിപത്മപദകേന്ദ്രപൃഷ്ഠേതരാരി ചർമാസികതേഷു ചാപപാശാന്തധാനോ അഷ്ടഗുണോ അഷ്ടബാഹു, 8 തൃക്കൈകളോട് കൂടിയിരിക്കുന്ന മഹാവിഷ്ണു എന്നെ രക്ഷിക്കട്ടെ. ജലേഷു മാം രക്ഷതു മത്സ്യമൂർത്തി, ഞാൻ ജലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ എന്നെ മത്സ്യമൂർത്തി രക്ഷിക്കും. ഞാൻ കാട്ടിലൂടെ സഞ്ചരിക്കുമ്പം എന്നെ പരശുരാമൻ രക്ഷിക്കും. ഞാൻ വിദേശത്ത് പോയാൽ എന്നെ ശ്രീരാമൻ രക്ഷിക്കും. ശ്രീരാമൻ നാടുവിട്ട് പോയാളാണ്. ഞാൻ നാടുവിട്ട് പോകുമ്പോൾ എന്നെ അദ്ദേഹം രക്ഷിക്കും. ഞാൻ റോഡിലൂടെ പോകുമ്പോൾ റോഡളന്ന ഭൂമി അളന്ന വാമനമൂർത്തി എന്നെ രക്ഷിക്കും. ഇങ്ങനെ സകല ദിക്കിൽ നിന്നും ഭഗവാന്റെ അവതാരങ്ങൾ അങ്ങനെ തന്നെ രക്ഷിക്കട്ടെ എന്നാണ് പ്രാർത്ഥന. അങ്ങനെ മന്ത്രസിദ്ധി വരുത്തി നഷ്ടപ്പെട്ട ഐശ്വര്യങ്ങളൊക്കെ തിരിച്ചു വന്ന സമയത്ത് കൂടെ എന്തും വന്നു. നഷ്ടപ്പെട്ട അഹങ്കാരവും ഇന്ദ്രന് തിരിച്ചു വന്നു. ഒരിക്കൽ തൻ്റെ ഗുരുനാഥൻ അങ്ങനെ നോക്കി, ആരെ? വിശ്വരൂപനെ. ഐശ്വര്യമൊക്കെ തിരിച്ചു കിട്ടി, ഇനി ഇയാളവിടെ വെക്കണം. എന്താണ്? അല്ല, അത് കിട്ടാനാണല്ലോ നമ്മളിപ്പം ഇദ്ദേഹത്തെ കാല പിടിച്ച് കൂട്ടിക്കൊണ്ട് വന്നത്. ഇനിയിപ്പം ഈ അസുര സ്ത്രീയുടെ മകനെ ആര്? അപ്പം ഇന്നലെ ഗുരുനാഥൻ, ഇന്നോ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം പറഞ്ഞത് ഇതു തൻ്റെ കയ്യിലുള്ള ആയുധം കൊണ്ട് തലങ്ങോട്ട് വെട്ടി. ഇതാണ് ഇന്ദ്രൻ്റെ സ്വഭാവം. പളപള മിന്നുന്ന വസ്ത്രം എടുത്തിട്ട് കാര്യമുണ്ടോ? കണ്ടാൽ വലിയ സുന്ദരനാണ്, പക്ഷെ ഹൃദയം നോക്കൂ, നന്ദില്ലാത്ത ആളാണ്. അതാണ് പുരാണങ്ങളുടെ ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ മനുഷ്യ മനസ്സിൻ്റെ പ്രതീകാട്ടോ. വേദത്തിലെ ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മം തന്നെയാണ്, പക്ഷെ പുരാണത്തിലെ ഇന്ദ്രൻ നമ്മളുടെയൊക്കെ മനസ്സാണ്. ഒക്കെ മറക്കും, ചെയ്ത ഉപകാരമൊക്കെ മറക്കുക. കൊന്നു, അസുരസ്ത്രീയുടെ മകനല്ലേ കരുതി കൊന്താ. പക്ഷെ കൊന്നപ്പോൾ എന്താ ഉണ്ടായിച്ചാൽ ബ്രഹ്മഹത്യാ പാപം പിടിപെട്ടു. ഇതിലും വലിയൊരു പാപം വേറെ ഉണ്ടോ? എത്ര പ്രയാസം. മീനഗന്ധി അസുഗന്ധേന, തൻ്റെ പിന്നിൽ അങ്ങനെ ചീഞ്ഞ മത്സ്യമൊക്കെ വാസനിക്കുന്നത് പോലെ എന്തോ ഒരു സാധനം എപ്പോഴും തൻ്റെ പിന്നിൽ ഇങ്ങനെ വരുന്നത് പോലെ. ഉറക്കല്ല, ഒരു ഭാഗത്ത് ഇരിക്കാൻ വയ്യ, സമാധാനം എന്ന് പറഞ്ഞതില്ല. ഇന്ദ്രൻ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വല്ല വഴിയുണ്ടോ ചോദിച്ചങ്ങനെ സഞ്ചരിക്കുകയാണ്. വിവരമുള്ളവരൊക്കെ പോയി ചോദിച്ചു, എന്താ ഇപ്പം വഴി? ഒരു മഹാത്മാവിനെ കൊന്നിട്ട് രക്ഷപ്പെടാൻ വഴിയുണ്ടോ എന്ന് അന്വേഷിക്കുക. ഏതൊരു മഹാത്മാവ് പറഞ്ഞു കൊടുത്തു, വഴിയുണ്ടോ ചോദിച്ചാൽ ഈ പാപത്തെ നമുക്ക് കൊടുക്കാൻ പറ്റും. ആരെങ്കിലും ഇഷ്ടത്തോടു കൂടി വാങ്ങുകയാണെങ്കിലേ എങ്ങനെ വാങ്ങണം? അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല, ഇഷ്ടത്തോടു കൂടി വാങ്ങണം. അങ്ങനെയാണ് രക്ഷപ്പെടാം. തന്നോളൂ, മേൽപ്പത്തൂരൊക്കെ വാങ്ങിയില്ലേ? അടിച്ചേൽപ്പിച്ചതല്ല, തൻ്റെ ഗുരുനാഥൻ്റെ ക്ലേശം കണ്ടപ്പം ഇങ്ങോട്ട് തന്നോളൂ. അതാണ് അദ്ദേഹത്തിന് അങ്ങനെ കിട്ടിയതാണ്. തൻ്റെ ഗുരുനാഥൻ്റെ പാപം
വാങ്ങിയതാണ്, അല്ലാണ്ട് മേൽപ്പത്തൂരായിട്ട് ഉള്ളതല്ല. അപ്പോൾ ഇഷ്ടത്തോടു കൂടി ആവാം. അങ്ങനെ ആരെയും വാങ്ങുമോ? ഇന്ദ്ര എനിക്ക് വലിയ ഇഷ്ടമുണ്ട് ബ്രഹ്മഹത്യ പാപം, ലേശം തരുമോ എന്നൊന്നും പറഞ്ഞാൽ ആരും വാങ്ങില്ല. ഇന്ദ്രൻ പറഞ്ഞു അങ്ങനെ വാങ്ങിയാൽ ശരിയാവുമോ, പോവുമോ എൻ്റെ പാപം? ആരെങ്കിലും ഇഷ്ടത്തോടു കൂടി പോവും. ഇഷ്ടത്തോടു കൂടിയാണെങ്കിൽ തൻ്റെ പാപം തീരും എന്ന് പറഞ്ഞപ്പം ഇന്ദ്രൻ പറഞ്ഞു വഴി ഞാൻ നോക്കിക്കോളാം. ഇന്ദ്രൻ പേപ്പറിൽ പരസ്യം കൊടുത്തു, ബ്രഹ്മഹത്യ പാപം കൊടുക്കാനുണ്ട്, അത് വാങ്ങുകയാണെങ്കിൽ 2 പട്ട് സാരി ഫ്രീ, ഓണം ഓഫർ പെട്ടെന്ന് തന്നെ. ഇന്ദ്രനാണ് ഈ പരിപാടി തുടങ്ങിയത്. ഇങ്ങനെയൊക്കെയുള്ള ഓരോ വാക്ക് പറഞ്ഞ ആളിന് അങ്ങോട്ട് പോവുകയാണേ, ഒന്ന് നിർത്താം 10 ഫ്രീ എന്ന് പറഞ്ഞാൽ. എന്നാളൊരു വല്യമ്മ ചോദിക്കുന്നുണ്ട്, ആ ബക്കറ്റ് കിട്ടുന്ന സോപ്പ് പൊടി അതാ? അലക്കിയ വൃത്തിയാവണത് വേണമെന്നൊന്നുമില്ല, ബക്കറ്റ് കിട്ടണ. ഈ ഓഫർ അങ്ങോട്ട് കണ്ടാൽ എന്തെങ്കിലും ഒരു പറ്റിക്കലില്ലാണ്ട് ഉണ്ടാവും തോന്നുന്നുണ്ടോ? അത് കേട്ട് പലരും പോയി. അങ്ങനെ പലർക്കും തൽക്കാലത്തേക്ക് സ്ത്രീകൾക്കും ജലത്തിനും വൃക്ഷത്തിനും ഭൂമിക്കും തൻ്റെ പാപത്തെ കൊടുത്ത് തൽക്കാലം ആര് രക്ഷപ്പെട്ടു? ഇന്ദ്രൻ രക്ഷപ്പെട്ടു. പക്ഷെ തൊഷ്ടാവിനൊക്കെ അത് രക്ഷപ്പെടും തോന്നുന്നുണ്ടോ? തൻ്റെ മകനെ കൊണ്ടുപോയി കൊന്നില്ലേ? അദ്ദേഹം യാഗം എടുത്ത് തുടങ്ങി. ഇന്ദ്രശത്രോ വിവർദ്ധസ്വ, ഇന്ദ്രനെ കൊല്ലാൻ പാകത്തിനൊരു മകൻ ഉണ്ടാവട്ടെ, ഇന്ദ്രനെ കൊല്ലാൻ പാകത്തിനൊരു മകൻ ഉണ്ടാവട്ടെ, ഇന്ദ്രനെ കൊല്ലാൻ പാകത്തിനൊരു മകൻ ഉണ്ടാവട്ടെ എന്നാണ് ഉദ്ദേശിച്ചതെങ്കിലും പറഞ്ഞപ്പോൾ മാറിപ്പോയി, ഇന്ദ്രനെ കൊല്ലാൻ പാകത്തിനൊരു മകൻ ഉണ്ടാവട്ടെ. പിന്നെന്ത്? നേരത്തെ പറയണം എങ്ങനെയെങ്കിലും ജപിച്ചോളൂ എന്ന്, ഇപ്പം പറയണ കരുതണേ. എന്താണ് അത്? LKG, ഇതിപ്പം 4ാം ക്ലാസ്സായി. എന്താണ്? അത്രയേ ഉള്ളൂ. ആദ്യം എങ്ങനെയൊക്കെ ചെറിയ കുട്ടിയോടൊപ്പം നമുക്ക് ഷടിക്കാൻ പറ്റുമോ? അത് അച്ഛാ വിളിക്കുമ്പം ചാ പോരാ, രണ്ടാമത്തെ ഛ വരണമെന്ന് പറഞ്ഞാൽ കുട്ടി 2.5 വയസ്സ് കുട്ടി അതെന്തോ വിളിക്കട്ടെ തന്നെയാണല്ലോ, അത്രയേ ഉള്ളൂ. പിന്നെ കുറച്ചൊക്കെ കഴിയുമ്പോൾ എന്തേ പറയണം? അങ്ങനെയല്ല കേട്ടോ, നിന്നോട് ഞാൻ അന്ന് പറയണമെന്ന് വിചാരിച്ചതാണ്, പിന്നെ അന്ന് കുട്ടിയായതുകൊണ്ട് മിണ്ടാണ്ടിരുന്നത്. അങ്ങനെ പറഞ്ഞാൽ പോരാ, അച്ഛാ തന്നെ വരണം അല്ലേ? വേണ്ടേ? ഇന്നിപ്പോൾ അതൊന്നും പറഞ്ഞു കൊടുക്കില്ല. എന്നാൽ കുട്ടികൾ കായ്ക്കങ്ങ, അത്രയേ ഉള്ളൂ. കാഖ ഗ ഘ ങ എന്നൊക്കെയാണ്. ഇതൊന്നുമില്ല. ആ കായുണ്ട് ങ്ങായുണ്ട്. ഈ ഒരു കാര്യം പണ്ടൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് എഴുതും, ഇന്നിപ്പോൾ അതില്ല. അത് പറഞ്ഞാൽ ചോദിക്കും പിന്നെ ഏത് ഷായ മാഷേ, ഷായാണോ? പാമ്പിലെ ഷായാണോ ഗാമ്പിലെ ഷായാണോ? ഷായാണോ ചോദിക്കുക. ഒന്നും അറിയില്ല. ഖ എന്ന് പറഞ്ഞാൽ 2ാമത്തെയോ 4ാമത്തെയോ 3ാമത്തെയോ ഒന്നേ ഉള്ളൂ. ഖ എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ, ഗ എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ, ഘ എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ. അതാണ് കഥ. അപ്പം വീണ്ടും അക്ഷരം പഠിപ്പിക്കാൻ തുടങ്ങി. പറ്റും അത് ഒഴിവാക്കിയിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ ബുദ്ധി വന്നു, എന്തെങ്കിലുമൊക്കെ വേണം എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഈ അക്ഷരം. മറ്റേത് കോളേജിൽ ഒരു അക്ഷരമില്ല, മലയാള പുസ്തകത്തിൽ അക്ഷരമില്ല, സംസ്കൃതത്തിൽ ഉണ്ട് കേട്ടോ, ലേശമൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇട്ടുണ്ട്. അങ്ങനെയായി ഇതാണ്. ഇവിടെ എന്ത് പറ്റി ചോദിച്ചാൽ ഉദ്ദേശം ഇന്ദ്രനെ കൊല്ലാൻ പാകത്തിനെന്നാണെങ്കിലും പറഞ്ഞു വരുമ്പോൾ എന്തായി പോയി? ഇന്ദ്രനെ കൊല്ലാൻ പാകത്തിനും എന്നായി. പിന്നെ സകാമനായിട്ടാണ് ഭജിക്കുന്നതെങ്കിൽ അക്ഷരം മാറിയാൽ ഫലം മാറും. പ്രത്യേകിച്ച് ആഗ്രഹമൊന്നും ഇല്ലാണ്ട് മുക്തി ആഗ്രഹിച്ചിട്ടാണെങ്കിൽ തെറ്റിയാലും സാരമില്ല. എന്താണ്? പേടിക്കേണ്ട, ഭാഗം വായിക്കുമ്പോൾ തെറ്റിപ്പോയി. പ്രത്യേകിച്ച് അങ്ങനെ ആഗ്രഹമൊന്നും ഇല്ലാണ്ട് വായിച്ചതല്ലേ, എന്നാൽ കുഴപ്പമില്ല. ആഗ്രഹത്തോടു കൂടിയൊക്കെ ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. മുക്തി മാത്രം ആഗ്രഹിക്കുന്നത്, ശാന്തി മാത്രമാണെങ്കിൽ തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. അതല്ലെങ്കിൽ സകാമനാണെങ്കിൽ ശ്രദ്ധിക്കണം. ഇത് സകാമനാണ്, ഇന്ദ്രനെ കൊല്ലാൻ പാകത്തിന് മകൻ ഉണ്ടാവുന്ന സങ്കല്പത്തിലാണ്. ഉണ്ടായ മകൻ കുറച്ച് ക്ലേശിപ്പിച്ചു ഇന്ദ്രനെ. വൃത്രൻ എന്ന് പേരിട്ടു. വൃജിനാഥ ത്രായതേ, ദുഃഖല്യാണ്ടിയാക്കാൻ വന്നവൻ, അതുകൊണ്ട് വൃത്രൻ എന്ന് പേരിട്ടു. അദ്ദേഹം ഇങ്ങോട്ട് പുറപ്പെട്ടു. ഇന്ദ്രൻ്റെ നേരെ, ഇന്ദ്രനെ പിടിച്ചു നിൽക്കാൻ പറ്റണില്ല, നേരെ അവിടെ നിന്ന് ഓടി ബ്രഹ്മദേവൻ്റെ അടുത്തേക്ക്. ബ്രഹ്മദേവൻ പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നേരെ വിഷ്ണു ഭഗവാന്റെ അടുത്തേക്ക് ഓടി. അവിടെ വെച്ച് കേമായിട്ട് ഭഗവാനെ സ്തുതിക്കുന്നു. ഭഗവാൻ പറഞ്ഞു വേണ്ട, നിൻ്റെ സ്തുതിക്ക് കേൾക്കണം എന്നില്ല, സീസണൽ ഭക്തി. പ്രയാസം വരുമ്പോൾ ഓടി വരും, അല്ലാത്തപ്പോൾ കാണാറുമില്ല. ഇന്നലെ വരുമ്പോൾ മനസ്സിലാക്കാം എന്തോ കാര്യമായിട്ട് കുഴപ്പമുണ്ട്, അതല്ലാണ്ട് ഇയാൾ അമ്പലത്തേക്ക് വരില്ല. അങ്ങനെ ഭഗവാൻ പറഞ്ഞു എനിക്കത് താല്പര്യമില്ല. ഉള്ളത് എന്നും ഇങ്ങനെ ഉണ്ടാവുന്നത് ഒരു രസമുണ്ട്, അതല്ലാതെ ഇങ്ങനെ ഇടയ്ക്ക് പ്രയാസം വരുമ്പോൾ മാത്രം എൻ്റെ അടുത്ത് വന്ന് ഞാൻ കേമന എന്ന് പറയുക. നിന്നെ എങ്ങനെ സഹായിക്കും? ഗുരുനാഥനെ നിന്ദിച്ചില്ലേ? വേറൊരു ഗുരുനാഥനെ പിടിച്ചു കൊണ്ടുവന്ന് തല വെട്ടിയില്ലേ? അങ്ങനെയുള്ള നിന്നെ ഞാൻ സഹായിക്കണം എന്നാണ് പറയണത്. വൃത്രൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ നിനക്ക് പറ്റില്ല കേട്ടോ. വൃത്രൻ്റെ നട്ടല്ല എങ്ങനെയുള്ള, നിൻ്റെ നട്ടല്ല എങ്ങനെയാണ്? റബ്ബർ പോലെ നട്ടലുമായിട്ട് വൃത്രൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റും തോന്നുന്നുണ്ടോ? നിനക്ക് വൃത്രൻ്റെ മുന്നിൽ നേരെ നിൽക്കണമെങ്കിൽ നിനക്ക് നട്ടലില്ലെങ്കിൽ നട്ടലുള്ളവരെ പോയി ആശ്രയിക്കുക, എന്നിട്ട് വാടകയ്ക്ക് എടുക്കുക. നട്ടല്ലേ? അപ്പോൾ എന്തിനും ചോദിക്കുക അങ്ങനെ ആരാളുള്ളത് നോക്കണേ, ലേശം ഉടുപ്പ് വേണ്ടേ? അങ്ങനെ ഒരാളുണ്ട്, താനൊന്ന് ചെല്ലു ട്യൂഷന്. ആരുടെ? ദധീജി, ഭൂമിയിലാണ്. ആ മഹർഷിയുടെ അടുത്തൊന്ന് പോയിട്ട് കുറച്ചൊന്ന് പഠിച്ച് മനസ്സിലാക്കും.
അപ്പോൾ ഒരു സംസ്കാരം ഉണ്ടാവും എന്ന് കരുതി ഭഗവാൻ പറഞ്ഞയച്ചു ദധീജിയുടെ അടുത്തേക്ക് പോയിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, അതെ അങ്ങയുടെ നട്ടെല്ലാം തരുമോ? 7 ദിവസത്തേക്ക്. കഴിഞ്ഞാൽ തിരിച്ചു തരാം. ദധീജി പറഞ്ഞു, നട്ടൽ തന്നാൽ എങ്ങനെ സപ്താഹം വായിക്കുക? ആകെയുള്ള കഴിവ് അങ്ങനെ വേറെ ഒന്നിനും പറ്റില്ല, ഇരിക്കാൻ പറ്റുന്നല്ലാതെ. അത് തന്നാൽ പിന്നെ എന്തു ചെയ്യും? ഞാൻ മരിച്ചു പോലും ചോദിച്ചപ്പോൾ ഇന്ദ്രൻ പറയാം, താൻ മരിച്ച എനിക്കെന്താടോ, എനിക്ക് എൻ്റെ കാര്യമില്ലേ വലുത്? നോക്കണേ, അങ്ങനെ പറയാന്ന് പറഞ്ഞാൽ തന്നെ നമുക്കൊക്കെ ഉള്ളിലുണ്ടെങ്കിൽ അങ്ങനെ പറയില്ലല്ലോ. ഇന്ദ്രൻ പറയാം, താൻ മരിച്ചാൽ എനിക്കെന്താ? താൻ വലിയ ഋഷി, വലിയ മഹാത്മാവ്, നിങ്ങളല്ലേ ദേഹം അല്ല ഞാൻ, ദേഹമല്ല ഞാൻ എന്ന് പറയുന്നത്. സോഹം ദേഹോനാഹം, ദേഹമല്ല ഞാൻ അങ്ങനെയൊന്നും പറയാറില്ല. ഞാൻ സമയത്ത് ചായ കുടിക്കും, ഊണ് കഴിക്കാറൊക്കെ ഉണ്ട്. നിങ്ങളെപ്പോലെ അങ്ങനെ ഞാൻ ദേഹമല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, നിങ്ങളത് പറയാറ്. അതുകൊണ്ട് തരൂ. അതുകൊണ്ടാണ് വലിയ വേദാന്തൊന്നും അധികാരികളെടുത്ത് അല്ലാണ്ട് പറയരുത്. ശ്രദ്ധിക്കണം. ലോകത്തുള്ളവരൊക്കെ സ്വാർത്ഥന്മാരാ. അങ്ങ് തരാൻ പറ്റൂല്ലേ? ദധീജി പറഞ്ഞു, തരാൻ മടിയൊന്നുമില്ലടോ. ഞാൻ ചോദിച്ചതെന്താ വെച്ചാൽ തൻ്റെ ഉള്ളിലിരിപ്പൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്നെ സംബന്ധിച്ച് ദേഹം തരാനൊരു മടിയില്ല. മറ്റു ജന്തുക്കൾക്കൊക്കെ ഒന്നുമില്ലെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ആ ദേഹമൊക്കെ പലതിനും ഉപയോഗിക്കാൻ പറ്റും. പശുവാണെങ്കിലും ഇനി മറ്റ് ആനയാണെങ്കിലും ആനത്തോല്, കൊമ്പ്, വാലൊക്കെ എടുക്കരുതേ, ഒക്കെ പ്രശ്നമാകും. പണ്ട് അങ്ങനെയൊക്കെ അലങ്കാര വസ്തുക്കളൊക്കെ ഉണ്ടാക്കാൻ പല ജന്തുക്കളുടെ തോലാണ് വാദ്യോപകരണങ്ങളൊക്കെ, ചെരുപ്പൊക്കെ ഇല്ലേ. പട്ടുനൂൽപ്പുഴു ചെറിയൊരു ജീവിയാണ്, അതിൻ്റെ തോല കൊണ്ടാണ് പട്ടുസാരി ഉണ്ടാക്കുന്നത്. ഒക്കെ മരിച്ചാൽ ഗുണമുണ്ട്. ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചാലും ഗുണമില്ലാത്തൊരു സാധനം അത് ഈ മനുഷ്യനാണ്. ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചാലെങ്കിലും. അപ്പോൾ തനിക്ക് ഈ ശരീരം കൊണ്ടൊരു ഗുണം ഉണ്ടാവുന്ന കാര്യം ആണെങ്കിൽ എടുത്തോളൂ, ഒരു മടിയില്ല. അദ്ദേഹം കണ്ണടച്ച് ഓം പ്രണവം കണ്ട് ജപിച്ചു, ഭഗവാനോട് കൊണ്ട് ചേർന്നു. അദ്ദേഹത്തിൻ്റെ നട്ടെല്ലാവരും കൊണ്ടുപോയി. എന്നാലെങ്കിലും കൊണ്ടുപോകാണ്ടിരിക്കുക വേണ്ടത്. ഇത്രയൊക്കെ കേട്ടിട്ട് മനസ്സ് മാറിയില്ല ഇന്ദ്രൻ്റെ. ചിലരെങ്ങനെ എത്ര കേട്ടാലും മാറൊന്നുമില്ല. അത്രയ്ക്ക് എന്തുണ്ട്, അത്രയ്ക്ക് അഴുക്കുള്ളിലുണ്ടേ. ബൃഹസ്പതിയെ ഗുരുനാഥനെ ആയിട്ട് കിട്ടിയിട്ട് മാറിയില്ല. വിശ്വരൂപൻ നാരായണകവർ ഉപദേശിച്ചിട്ടും ഹൃദയം ശുദ്ധായില്ല. ദധീജി മഹർഷിയെ കണ്ടിട്ടും നേരെയായിട്ടില്ല. ആ നട്ടെല്ലാം കൊണ്ടങ്ങോട്ട് പോയി അത് വിശ്വകർമാവിന് കൊടുത്ത് വജ്രായുധം ഉണ്ടാക്കിയ വജ്രായുധവുമായിട്ട് വൃത്രൻ്റെ അടുത്തേക്ക് പോയി. അവിടെത്തി വൃത്രനും ഇന്ദ്രനും തമ്മിലുള്ള യുദ്ധം. ആ യുദ്ധത്തിൽ വൃത്രൻ ഇന്ദ്രനെ ഹരേ എന്ന് വിളിച്ചതാ. എടാ ഇന്ദ്ര എന്നാ പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഹരി ശബ്ദത്തിന് പല അർത്ഥമുണ്ട്. ഹരി എന്ന് പറഞ്ഞാൽ വിഷ്ണു എന്നർത്ഥമുണ്ട്. അദ്ദേഹം പൂർവ്വജന്മത്തിൽ ഹരി എന്ന് ജപിച്ചതൊക്കെ വിഷ്ണു ഭഗവാനെ ഉദ്ദേശിച്ചിട്ടാണ്. അപ്പോൾ ഈ ജന്മത്തിൽ ഹരേ എന്നങ്ങോട്ട് വിളിച്ചത് ഇന്ദ്രനെ ഉദ്ദേശിച്ചിട്ടാണെങ്കിലും മനസ്സങ്ങോട്ട് പോയി. നേരത്തെ അജാമിളൻ മകനെ ഉദ്ദേശിച്ചിട്ടാണ് നാരായണ വിളിച്ചതെങ്കിലും നാമം അങ്ങോട്ട് പോയി. ഭഗവാന്റെ അടുത്തേക്ക് പോയതുപോലെ ഹരേ എന്ന് വിളിച്ചത് ഇന്ദ്രനെ ഉദ്ദേശിച്ചാണെങ്കിലും മനസ്സ് ഭഗവാനിലേക്ക് പോയി. പിന്നെ ചീത്തവിളിയല്ല, വിഷ്ണു ഭഗവാനെ മനസ്സ് കണ്ട പിന്നെ സ്തുതിക്കുകയാണ്. അഹം ഹരേ തവ പാദൈകമൂലദാസാനുദാസോ ഭവിതാസ്മി ഭൂയഃ മനസ്മരേതാ സുപതേ ഗുണാംസ്തേ ഗൃണീതവാക്കർമ്മ കരോതു കായഃ. ഒരു 4 ശ്ലോകം വൃത്രൻ്റെ. വൃത്രചതുശ്ലോകി, ഭാഗവത്തിലെ ഭക്തി ചതുശ്ലോകി. എന്താണ് ഭക്തി എന്നുള്ളത്? ഒരു അസുരം പഠിപ്പിക്കുക നമ്മളെ. ഇന്ദ്രൻ്റെ ക്ലാസ് എടുത്ത് കൊടുക്കുക. അസുരൻ വൃത്രഗീത എന്ന് അറിയപ്പെടുക. യുദ്ധക്കളത്തിൽ വെച്ചിട്ട്. മറ്റത് ഭഗവത്ഗീത യുദ്ധക്കളത്തിൽ. ഇതും യുദ്ധക്കളത്തിൽ ചുറ്റും ചോര അവിടെ വെച്ച് ഒരു അസുരൻ ഇന്ദ്രൻ്റെ ക്ലാസ് എടുത്ത് കൊടുക്കുകയാണ്. 4 ശ്ലോകം. ഇതാണ് ഏറ്റവും മധുരമുള്ളത് ഭാഗവത്തിൽ. അതാണ് 12:45 നിർത്താത്തത്. അപ്പോൾ കഴിയും. നമ്മളറിയേണ്ടത് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ അറിയും. ഉച്ചയ്ക്ക് മുന്നേ തന്നെ കേട്ടോട്ടെ കരുതിയിട്ടാണ്. ഏറ്റവും മധുരമുള്ള ഭാഗവത്തിൽ 12 സ്കന്ധമാണ്. ഇത് 6ാമത്തെ സ്കന്ധം. നടുക്ക് മധുരമുള്ളതൊക്കെ നമ്മൾ നടുക്ക് വയ്ക്കില്ലേ? അടയുടെ നടുക്കല്ലേ നമ്മൾ നാളികേരം ശർക്കരയും നടുക്ക് വയ്ക്കും. ഷുഗറുള്ളവർക്ക് ചുറ്റും കഴിക്കില്ലാത്തവർക്ക് നടുക്കുള്ളത് കഴിക്കാം. അതുപോലെ ഇത് മധുരം നടുക്ക് വെച്ചതാണ്. അഹം ഹരേ, അല്ലയോ ഭഗവാനെ ഞാൻ അങ്ങയുടെ. എടാ ഇന്ദ്ര എന്നാണ് പറയാൻ പുറപ്പെട്ടത്. പക്ഷേ ഹരേ അങ്ങോട്ട് വിളിച്ചപ്പോഴേക്ക് മനസ്സ് മാറി. പിന്നെ ഗോപികളുടെ ഹൃദയം മാറി ഈ അസുരന്. അഹം ഹരേ തവ പാദൈകമൂലദാസഃ, ഞാൻ അങ്ങയുടെ ദാസനാണ്. അങ്ങയുടെ ദാസൻ എന്ന് പറയുമ്പോൾ കുറച്ച് കൂടിപ്പോയോ? അത്രയ്ക്ക് ഭക്തി എനിക്കില്ലെങ്കിൽ പോട്ടെ. ദാസാനുദാസഃ, അങ്ങയുടെ ഭക്തൻ്റെ ഭക്തൻ. അത് കുറച്ചധികമാണോ? അങ്ങനെയാണെങ്കിൽ ഭക്തൻ്റെ 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 തുഭൃത്യ ഭൃത്യ പരിചാരക ഭൃത്യ ഭൃത്യ ഭൃത്യസ്യ ഭൃത്യ. അങ്ങയുടെ ആ ഭക്തന്മാരുടെ ചങ്ങലയിൽ ഒരു കണ്ണിയാക്കിയാൽ മതി. അത്രയും കൊണ്ടു. നേരിട്ട് അങ്ങയെ പിടിക്കാൻ പറ്റിയില്ലെങ്കിലും അങ്ങയെ പിടിച്ച ഭക്തന്മാരുടെ കാല് പിടിക്കാൻ സാധിച്ചാലും ഞാൻ ധന്യനാണ്. ഞാൻ ഈ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഒന്നിനും വേണ്ടിയല്ല. ഇന്ദ്രനെ വധിച്ചിട്ട് സ്വർഗം ഭരിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടാ? നനാകപൃഷ്ടം അല്ലല്ല.
അങ്ങനെ എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു വേഷം തന്നു, എന്ത് അസുര വേഷം. ഇതിൻ്റെ മുമ്പ് ഞാൻ വിദ്യാധരനായിരുന്നു, അതിൻ്റെ മുമ്പ് ചിത്രകേതു എന്ന രാജാവായിരുന്നു. അങ്ങ് ഓരോ വേഷം തരും, അങ്ങനെ തീരുമാനിക്കേണ്ട സംവിധായകൻ തീരുമാനിക്കും എന്ത് വേഷം തരണമെന്ന്. ആ വേഷം നന്നായിട്ട് അങ്ങോട്ട് അഭിനയിക്കാം. വേഷമെനിക്കെന്തെന്ന് വിധിപ്പത് വിഭോ ഭവച്ചിത്തം, വിശ്വപ്രിയനായി നടനം ചെയ്വത് വിധേയനൻ കൃത്യം. എന്ത് റോളാ കിട്ടി വെച്ച് അത് വൃത്തിയായിട്ട് അഭിനയിക്കുക. ആരെ നോക്കിയാൽ മതി? ഡയറക്ടറെ നോക്കിയാൽ മതി. ഭഗവാനെ നന്നായില്ലേ? എൻ്റെ ഭാര്യയോട് മക്കളോട് ചോദിക്കാൻ നിൽക്കണ്ട, നന്നായില്ലേ? അവർ നന്നായി. നാട്ടുകാരോട് ചോദിക്കാൻ നിൽക്കുക നമ്മൾ എങ്ങനെ ഉണ്ടെന്ന്. അല്ല, ഭഗവാനെ വേണ്ടതുപോലെ ആവണില്ലേ? ഇല്ല, ഒന്നും കൂടി എടുക്കണം, ഒന്നായിക്കോട്ടെ, ഒന്നുകൂടി നോക്കാം. ഞാൻ ഈ ചെയ്യുന്ന കർമ്മമൊക്കെ ഗൃണീത വാക്കർമ്മ കരോതു കായ, ഈ ശരീരം കൊണ്ട് ചെയ്യണതും വാക്കുകൊണ്ട് പറയണതും എൻ്റെ മനസ്സിലുള്ളതൊക്കെ ഭഗവാനെ ഞാൻ അങ്ങേക്കായിട്ട് സമർപ്പിക്കുകയാണ്. അതാണ് ഭാഗവത ധർമ്മം. അതാണ് ഇപ്പോൾ ആര് പറയണത്? അസുരൻ. ഈ ചെയ്യണതൊക്കെ അങ്ങ് എനിക്ക് ഇങ്ങനെ റോഡ് തന്നു, ഞാനത് ഭംഗിയിൽ ചെയ്യുന്നു, ഇവിടെ യുദ്ധം ചെയ്യുന്നു. ഇതിൽ അവസാനം എന്താ ഉണ്ടാവുമെന്നൊക്കെ വ്യക്തമാണ്. ആർക്ക്? ഇന്ദ്രൻ അറിയില്ല എന്താ ഉണ്ടാവുന്നു, വൃത്രന് ആദ്യം അറിയാം. ഈ ശരീരം ബാധ്യതയാണ്, ഇതങ്ങോട്ട് ഒഴിവാക്കണം. ഈ കൂടെ അങ്ങോട്ട് പൊളിഞ്ഞാൽ എനിക്ക് പാറി അങ്ങോട്ട് വരാം, അങ്ങനെ അടുത്തേക്ക് വരാം. പിന്നെ ഇന്ദ്രൻ്റെ കൈ കൊണ്ട് എന്നുള്ളതൊരു വിഷമം തന്നെയാണ്. പക്ഷേ ദധീജിയുടെ നട്ടലല്ലേ, ആ മഹാത്മാവിൻ്റെ നട്ടലല്ലേ, അങ്ങയുടെ ചൈതന്യത്തിലല്ലേ, ദധീജിയുടെ തപസ്സില്ലേ, സന്തോഷമേ ഉള്ളൂ. ഇന്ദ്ര താൻ മടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ട് പ്രയോഗിച്ചോളൂ. ഇതിൻ്റെ അവസാനം എന്താ ഉണ്ടാവുക എന്നുള്ളത് ഞാൻ പറയാം. ഇന്ദ്രൻ്റെ കൈ വറയ്ക്കുക, ഇന്ദ്രൻ്റെ നേരെ യുദ്ധം ചെയ്യാൻ പറ്റുന്നില്ല, വൃത്രൻ്റെ നേരെ യുദ്ധം ചെയ്യാൻ പറ്റുന്നില്ല. വൃത്രൻ പറയാം ധൈര്യമായിട്ട് പ്രയോഗിച്ചോളൂ, കുഴപ്പമില്ല, എനിക്കും ഇത് ഒഴിവാക്കി തന്നെയാണ് വേണ്ടത്. നാഗപൃഷ്ടം, ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല ഭഗവാനെ, ബ്രഹ്മപദവി മോഹിക്കുന്നില്ല. പിന്നെ എന്താ വേണ്ടത്? അപുനർഭവം വാ, എനിക്ക് മോക്ഷം പോലും ആഗ്രഹിക്കുന്നില്ല. നമ്മളൊക്കെ മോക്ഷം ആഗ്രഹിക്കും. അദ്ദേഹം പറഞ്ഞത് എന്തിനാ മുക്തനാവണത്? ഇപ്പം മുക്തനാണ്, ഇനിയിപ്പോൾ എന്താ വേണ്ടത്? എനിക്ക് അങ്ങനെ എങ്ങനെ ആരാധിച്ചും കൊണ്ട് കഴിയുക, അത്രേ ആഗ്രഹമുള്ളൂ. ഹനുമാൻ സ്വാമി അങ്ങനെയാണ് പറഞ്ഞത്. വൈകുണ്ഠം വേണോ ചോദിച്ചു. അപ്പോൾ ഹനുമാൻ സ്വാമി പറഞ്ഞു അജാമളിന് കൊടുത്തതല്ലേ, എനിക്ക് വേണ്ട. ഇവിടെ അജാമളിന് ഞാനും കൂടി ഇങ്ങനെ ഇരിക്കുക അവിടെ പോയിട്ട്. ഞാൻ പെട്ടിരുന്നോളെ, എൻ്റെ കയ്യിൽ എന്തുണ്ട്? രാമനാമല്ലേ. എത്ര എത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ഏത് നരകവും വൈകുണ്ഠമാക്കാനുള്ള വിദ്യ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ എവിടെ ഇരുന്ന എന്താ? അത്രയേ ഉള്ളൂ. അതില്ലാത്തവർക്കാണ് അവിടെ വേണം ഇവിടെ വേണം എന്നൊക്കെ ഉണ്ടാവുക. അത് പ്രശ്നമില്ല. ഭക്തന്മാർ മുക്തി പോലും ആഗ്രഹിക്കില്ല എന്നാണ്. കാരണം അവർക്ക് ഇപ്പം കുഴപ്പമില്ല എന്ന്. പിന്നെ ഇതിനെ മുക്തി ഇപ്പം ഉള്ളത് കുഴപ്പമില്ല. പണ്ട് പഞ്ചസാര ഭരണിൽ ഒരു ഉറുമ്പ് വീണു. എവിടെയാണ് വീണത്? എവിടെങ്കിലും വീണ പ്രയാസം. അത് പഞ്ചസാര ഭരണിൽ വീണപ്പോൾ അതിനുണ്ടായ സന്തോഷം നേരത്തെ വീഴേണ്ടതായിരുന്നു. പഞ്ചസാരയിൽ കിടന്നുറങ്ങാം, പഞ്ചസാരയിൽ കഴിക്കാം, അതിൽ കുളിക്കാം. സന്തോഷം കണ്ടപ്പം ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ചോദിച്ചു, അല്ല നിനക്ക് പഞ്ചസാര എത്ര ഇഷ്ടമാണോ? അത് വലിയ ഇഷ്ടമാണ്. എന്നാൽ നിന്നെ ഞാൻ പഞ്ചസാര ആക്കിയാലോ? ഉറുമ്പ് ഒരു നിമിഷം ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു ആ വളവ് അങ്ങ് കയ്യിൽ വെച്ചോളൂ. എന്നെ അങ്ങ് പഞ്ചസാര ആക്കിയാൽ പിന്നെ ഞാൻ എങ്ങനെയാണ് പഞ്ചസാര കഴിക്കുക? പഞ്ചസാരയായിട്ടിരിക്കട്ടെ, ഞാൻ ഉറുപ്പായിട്ടിരിക്കട്ടെ. നമ്മളിങ്ങനെ ഭജിക്കുമ്പോൾ ഭഗവാൻ ചോദിക്കുന്നത് ഞാനങ്ങോട്ട് ആക്കിയാലോ, നിന്നെ ഞാനാക്കിയാലോ? വേണ്ട, അങ്ങായിട്ട് അവിടെ ഇരുന്നോളൂ, ഞാൻ ഇവിടെ. അങ്ങനെയാകുമ്പോൾ എനിക്ക് അങ്ങനെ നമസ്കരിക്കാം, അങ്ങനെ അഭിഷേകം ചെയ്യാം, നാമം ജപിക്കാം. ഒന്നായ പിന്നെ പറ്റില്ലല്ലോ. അതിലൊരു രസം. എനിക്കൊന്നും ആവശ്യമില്ല ഭഗവാനെ. ഞാനത് ചെയ്യണത് അങ്ങേക്ക് സന്തോഷമാകാൻ വേണ്ടിയിട്ട് കർമ്മം ചെയ്യുന്നു മാത്രം. എൻ്റെ ഉള്ളിൽ തുടിക്കുന്നുണ്ട് അങ്ങയിലെത്താൻ. ഇതുപോലെ അജാത പക്ഷ ഇവ മാതരം ഖഗാ, ചിറകുമുളയ്ക്കാത്ത പക്ഷിക്കുഞ്ഞ് അമ്മ പക്ഷിയെ കാത്തിരിക്കും പോലെ ഞാൻ കാത്തിരിക്കുക അങ്ങേ. അപ്പോൾ നമ്മൾ വിചാരിക്കും ചിറകുമുളയ്ക്കാത്ത പക്ഷിക്കുഞ്ഞിന് അമ്മയോട് സ്നേഹമാണ്. സ്നേഹം എന്നുള്ളതൊന്നല്ല. പേടിച്ചിട്ട് മൂങ്ങ വന്ന് ഉപദ്രവിക്കുകയോ മറ്റു പക്ഷികളോ ജന്തുക്കളോ വന്ന് ഉപദ്രവിക്കുകയോ അമ്മ വന്ന ആശ്വാസമാണേ. അത് സ്നേഹം എന്ന് പറയാൻ പറ്റില്ല. ഇതുപോലെയാണ് അധികം പേരുടെയും ഭക്തി. അമ്പലത്തിലൊക്കെ വരും, തൊഴും, നമസ്കരിക്കും, പൂജിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ വിചാരിക്കും ഭക്തി എന്നല്ല, പേടിച്ചിട്ടാ. എന്തെങ്കിലും അനർത്ഥം വന്നാലോ, എന്തെങ്കിലും കുഴപ്പം വന്നാലോ, മൂപ്പര് വലിയ ശക്തനാണെന്നാണ് കേട്ടത്, ഇനിയിപ്പോൾ ശപിക്കേണ്ട പോയേക്കാം എന്നൊക്കെയുള്ള മട്ടിൽ പലരും പേടിച്ചിട്ട് ദൈവഭയം വേണമെന്നാണ് പഠിപ്പിക്കുന്നത് തന്നെ. നമ്മൾ പറയുന്നത് കാരുണ്യമൂർത്തിയാണ്, ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. എന്തിനാണ് ഭയപ്പെടുന്നത്? അങ്ങനെയാണ് പലരും. അത് ഉത്തമമല്ല. ആദ്യമൊക്കെ അങ്ങനെ ഇരിക്കും. അതാണ് ഇവിടെ വൃത്രാസുരൻ ആദ്യം അങ്ങനെ പറഞ്ഞു, പിന്നെ പറഞ്ഞു മാറ്റി. അല്ലല്ല, ഞാൻ അങ്ങനെയല്ല ഭഗവാനെ. അജാതപക്ഷ ഇവ മാതരംഘകാഹ സ്തന്യം യഥാവത്സതരാക്ഷുധാർത്താഹ. പശുക്കുട്ടി അമ്മ പശുവിനെ കാത്തിരിക്കും പോലെ. പശുക്കുട്ടി അമ്മ പശുവിനെ കാത്തിരിക്കുന്നത് സ്നേഹം കൊണ്ടാ, അമ്മ പശുവിനോടുള്ള സ്നേഹം കൊണ്ടാ, പാല് കിട്ടാനാ. ഒന്നെങ്കിൽ പേടിച്ചിട്ട് അമ്പലത്തേക്ക് വരണോ, അതല്ലെങ്കിൽ ജോലി കിട്ടാൻ,
ആണ് പാല് കിട്ടാന്ന് പറഞ്ഞത്. കല്യാണം കഴിയാൻ, കുട്ടി ഉണ്ടാവാൻ, കുട്ടിയുടെ കല്യാണം കഴിയാൻ, കുട്ടിക്ക് കുട്ടിയാവാൻ അധികം പേരും അങ്ങനെയാണ്. അതല്ലാതെ ഭാഗവതം കേട്ട് മനസ്സിലാക്കി പഠിച്ച് ജീവൻമുക്തനാവണം എന്ന് ആഗ്രഹിച്ചിട്ട് വരുന്നവരൊന്നുമല്ല. അജാതപക്ഷ ഇവ മാതരംഖഗാഃ സ്തന്യം യഥാ വത്സതരാക്ഷുധാർത്താഃ. അത് രണ്ടും ശരിയില്ല എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. ഞാൻ അങ്ങനെയല്ല ഭഗവാനെ. ഞാൻ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെ ചോദിച്ചാൽ പ്രിയം പ്രിയേവ, അതിലാണ് വൃത്രന് തൃപ്തിയത്. ഇതാണ് ശരി കേട്ടോ. പ്രിയം പ്രിയേവ വ്യുഷിതം വിഷണ്ണാ മനോരവിന്ദാക്ഷ ദിദൃക്ഷതേ ത്വാം. പതിവ്രതാരത്നം വിദേശത്ത് പോയ ഭർത്താവിനെ കാത്തിരിക്കും പോലെ. പതിവ്രതാരത്നം അണ്ടർലൈൻ. അത് കാത്തിരിക്കണത് എന്തിനാ ചോദിച്ചാൽ ഒന്നിനും വേണ്ടില്ല. നമ്മുടെ സീതാദേവി രാവണൻ്റെ അവിടെ എന്തു വലിയ കൊട്ടാരല്ലേ, എന്തൊക്കെ സൗകര്യമുണ്ട്. എന്നിട്ട് ആരെയാ കാത്തിരിക്കണത്? രാമൻ വരും. എന്നാൽ സൗകര്യത്തിൽ അവിടെ കഴിഞ്ഞാൽ പോരെ. എന്നിട്ട് രാമന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതിനെന്താ പറയുക? രാമൻ വന്നാൽ ഇത്ര സൗകര്യം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കൊന്നുമില്ല. എന്നിട്ടും ഇതുപോലെയാണ്, ഒന്നിനും വേണ്ടിയല്ല. അദ്ദേഹം ഉള്ളപ്പോൾ ഒരു ബലമാണ്. വയ്യാത്ത ഭർത്താവായിരിക്കും, എന്നിട്ടും ഭാര്യ നോക്കുന്നത് കാണാലോ. 10-15 കൊല്ലമായിട്ട് കിടപ്പിൽ തന്നെയാണ്. എന്നാലും ഒരു മടുപ്പില്ലാണ്ട്, ഒരു പരാതി പറയാണ്ട് എന്തായാലും ഞാൻ ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നുണ്ടല്ലോ, നോക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ കാലം കഴിഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. അദ്ദേഹത്തെ കൊണ്ട് പ്രത്യേകിച്ചൊന്നും കയ്യിൽ കാശുമില്ല. എന്നിട്ട് പോലും പ്രിയം പ്രിയേവ ഇതുപോലെ സ്നേഹിക്കുക ഭഗവാനെ. നേട്ടമൊന്നുമില്ലെങ്കിലും പ്രത്യേകിച്ച് ലാഭമൊന്നും നോക്കിയാൽ കാണുന്നില്ലെങ്കിൽ ലാഭമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മളിങ്ങനെ ഈ കണ്ണുകൊണ്ട് നോക്കിയാൽ കണ്ടോളൊന്നുമില്ല. എന്നാലും ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. അത് പ്രിയം പ്രിയേവ വ്യുഷിതം വിഷണ്ണ മനോ അരവിന്ദാക്ഷ. അല്ലയോ താമരക്കണ്ണ. ആരാ വിളിക്കുന്നത്? ഈ ശ്ലോകം മാത്രമായിട്ട് എടുത്ത് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഗോപികളുടെ സ്തുതിയാണ്. അവിടെ താമരക്കണ്ണ എന്നൊക്കെ ഒരു അസുരം വിളിക്കും. നമ്മൾ വിചാരിക്കും ഇത് കൊമ്പം വീശ വലിയ ശരീരം എന്നിട്ട് വിളിക്കണത്. അല്ലയോ താമരക്കണ്ണ, ഞാൻ അങ്ങനെ കാത്തിരിക്കുകയാണ്. എനിക്കൊന്നും ആവശ്യമില്ല. എത്ര ജന്മം ജനിക്കേണ്ടി വന്നാലും എനിക്കൊരു പരാതിയില്ല. അപ്പോഴൊക്കെ ഈ ഒരു മനസ്സെനിക്ക് ഉണ്ടായാൽ മതി. ഇപ്പം ഉള്ളതുപോലൊരു മനസ്സ്, അങ്ങനെ ആശ്രയിക്കാൻ സാധിക്കുക, അങ്ങയുടെ നാമം ജപിക്കാൻ സാധിക്കുക, മനസ്സിൽ അങ്ങനെ പ്രകാശിച്ചാൽ മതി. ഈ വൃത്രൻ്റെ ശരീരത്തിൽ എനിക്ക് വിഷമമൊന്നുമില്ല. ആവട്ടെ, അങ്ങ് തീരുമാനിക്കുക എന്താവണം എന്നുള്ളത്. എനിക്ക് എന്തായാലും വിരോധമില്ല എന്ന് പറയലും കണ്ണു തുറന്നു. എന്താ ഇന്ദ്രൻ നോക്കി നിൽക്കണത്? യുദ്ധം ചെയ്യണോ? ഇന്ദ്രൻ ആയുധം അവിടെ വെച്ചു. അഹോദാനവസിദ്ധോസി. താൻ സാധാരണക്കാരനല്ല. തന്നെ കൊന്നിട്ടിൻ്റെ ഒരു പാപം എനിക്ക് വയ്യ. പലതവണയും ഇപ്പോൾ ഓരോരോ പ്രശ്നങ്ങളുണ്ടാവണം. താൻ സാധാരണക്കാരനല്ല, എനിക്ക് മനസ്സിലായി. തന്നോട് എന്തെന്നില്ലാത്ത ബഹുമാനം എനിക്ക് തോന്നുന്നു. പലരും കണ്ടിട്ടും ഇന്ദ്രൻ നേരെയായിട്ടില്ല. പക്ഷെ ആരെ കണ്ടപ്പോൾ നേരെയായി? വൃത്രൻ്റെ കൗൺസിലിംഗ് ഫലിച്ചു. ഒരസുരൻ ഉപദേശിച്ചപ്പം ഉള്ളിൽ തെളിയാണ്. ദധീജിയെ കണ്ട് നേരെയാവാത്ത ആൾ, വിഷ്ണു ഭഗവാനെ കണ്ട് നേരെയാവാത്ത ആൾ വൃത്രാസുരനെ കണ്ട് നേരെയാവാണ്. എനിക്ക് സാധിക്കില്ലല്ലോ തന്നോട് യുദ്ധം ചെയ്യാൻ, അതുകൊണ്ട് വേണ്ട, ഞാൻ ചെയ്യണില്ല. അപ്പം വൃത്രന് ബുദ്ധിമുട്ടായി. തൻ്റെ ശരീരം ഒഴിവാക്കിയേ പറ്റൂ. അദ്ദേഹം യുദ്ധം ചെയ്യില്ലെന്ന് കണ്ടപ്പോൾ ഓടി വന്ന് വിഴുങ്ങി ആരെ? വൃത്രൻ ഇന്ദ്രനെ അങ്ങോട്ട് അകത്താക്കി. അകത്തായപ്പോൾ പിന്നെ പുറത്തേക്ക് വരണം, മുറിച്ചല്ലേ പറ്റൂ. കയ്യിലുള്ള വജ്രായുധം കൊണ്ട് ആ വയറ് കീറി പുറത്തേക്ക് വന്നു ഇന്ദ്രൻ. അങ്ങനെ വയറ് കീറുമ്പോഴും ആ വയറ്റിൽ നിന്ന് അങ്ങനെ ആ ദേഹം മുറിയുമ്പോൾ ചോര വരികയാണ്. ആ സമയത്തും ദുഃഖമൊന്നുമില്ല. അപ്പോഴും കണ്ണങ്ങനെ തിളങ്ങാണ്, പുഞ്ചിരിച്ചും കൊണ്ട്. കണ്ണിന്ന് ആനന്ദ കണ്ണീര് വരുന്നുണ്ട്. അപ്പോഴും ചുണ്ടിൽ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഭഗവാന്റെ നാമം ജപിച്ചും കൊണ്ട് ആ വൃത്രൻ അങ്ങോട്ട് വീണു. അതൊന്നൊരു ചൈതന്യം പോയി. അലോകം സമപദ്യത. ലോകമില്ലാത്ത ദിക്കിൽ. ലോകത്തിനെ പറ്റിയിട്ടൊക്കെ വിസ്തരിച്ച് പറഞ്ഞ ലോകത്തിനെ പറ്റി പഞ്ചമസ്കന്ധത്തിൽ. ലോകത്ത് പോയാൽ തിരിച്ചു വരണം. അലോകം എന്ന് പറഞ്ഞാൽ അത് വൈകുണ്ഠത്തിലേക്കാണ് പോയത്. പിന്നെ തിരിച്ചു വരവില്ല. മുക്തി ലഭിച്ചു വൃത്രാസുരന്. കഥ കേട്ട് കഴിഞ്ഞാൽ അത്ര വലിയ വിവരമൊന്നും ഇല്ലാത്തവൻ വിചാരിക്കും ഇന്ദ്രൻ ജയിച്ചു എന്ന്. പക്ഷേ വിവേകി മനസ്സിലാക്കും മാന്യത കൊണ്ട് ജയിച്ചതേ വൃത്രനാണ്. നമുക്ക് ആദരവ് തോന്നുക, ആരാധന തോന്നുക വൃത്രാസുരനോട്. പരീക്ഷത്തിനും അങ്ങനെയാണ്. പരീക്ഷത്ത് പറഞ്ഞു, ആ ജയിച്ച ഇന്ദ്രൻ്റെ കഥ എനിക്ക് കേൾക്കണ്ട, തോറ്റ വൃത്രൻ്റെ കഥ എന്ന് പറയും. ആരാണ് ഈ വൃത്രാസുരൻ? എങ്ങനെ ഈ യുദ്ധക്കളത്തിൽ വെച്ച് ഇങ്ങനെ സ്തുതിക്കാൻ സാധിച്ചു എന്ന് ചോദിച്ചപ്പോഴാണ് പൂർവ്വജന്മം പറയുകയാണ്. അതിൻ്റെ പിന്നിൽ അദ്ദേഹം ചെയ്ത സാധന, അദ്ദേഹത്തിൻ്റെ അഭ്യാസം അതറിയണ്ടേ. അങ്ങനെയാണെങ്കിൽ നമുക്കും ഇതുപോലെ ഭക്തി ഉണ്ടാവും എന്ന് പറഞ്ഞ പൂർവ്വജന്മം സ്മരിക്കുന്നു. അതാണ് ചിത്രകേതു ഉപാഖ്യാനം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ജലധര സമനീലവർണ്ണ ജയ ജയ കൃഷ്ണ. ജലധര സമനീലവർണ്ണ ജയ ജയ കൃഷ്ണ. ജലധര സമനീലവർണ്ണ ജയ ജയ കൃഷ്ണ. ജലധര സമനീലവർണ്ണ ജയ ജയ കൃഷ്ണ.
ഗൗരവർണ്ണ കൃപാപൂർണ ജയ ജയ രാധേ 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 യുഗളരൂപ മംഗളമയ കുഞ്ച വിഹാരി 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 ഗിരിധര പ്രഭു പ്രേമരസ രാസ വിഹാരി ഗിരിധര പ്രഭു പ്രേമരസ രാസ വിഹാരി ജയ ജയ കൃഷ്ണ ജയ ജയ രാധേ 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 ജലധര സമനീല വർണ്ണ ജയ ജയ കൃഷ്ണ ജലധര സമനീല വർണ്ണ ജയ ജയ കൃഷ്ണ ഗൗരവർണ്ണ കൃപാപൂർണ ജയ ജയ രാധേ ഗൗരവർണ്ണ കൃപാപൂർണ ജയ ജയ രാധേ യുഗളരൂപ മംഗളമയ കുഞ്ച വിഹാരി 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 ഗിരിധര പ്രഭു പ്രേമരസ രാസ വിഹാരി ഗിരിധര പ്രഭു പ്രേമരസ രാസ വിഹാരി ജയ ജയ കൃഷ്ണ ജയ ജയ രാധേ 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 സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ